അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേദിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്ന കർത്താവേദിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ ശക്തിയാൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. ഇന്ന് ജീവിതത്തിൻ്റെ ഓരോ വിഷയത്തിന് വേണ്ടി യാത്ര പുറപ്പെടുന്നവരെ ഈ നിമിഷം ആശീർവദിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പ്രിയമകനെ, പ്രിയമകളെ, നിൻ്റെ ശിരസ്സിൽ ഇപ്പോഴേ കർത്താവ് തൻ്റെ വിശുദ്ധമായ വലതുകരത്താൽ നിന്നെ ആശീർവദിക്കുന്നു. നീ ശിരസ് കുമ്പിട്ട് കൈകൾ കൂപ്പി ഈ ആശീർവാദം സ്വീകരിക്കുക. കർത്താവെ, ഈ മകനെ ഞാൻ പ്രത്യേകം ആശീർവദിക്കുന്നു. ഈ മകളെ ആശീർവദിക്കുന്നു. ഇവർ പോകുന്ന ഓരോ കാര്യങ്ങളും അവിടെ കഴിവിനേക്കാൾ ഒരു ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നേടുവാനും അവർക്ക് വേണ്ടി വാദിക്കുവാനും ഞാൻ നിനക്ക് മുമ്പ് എൻ്റെ ദൂതനയക്കുമെന്ന് അടിച്ച കർത്താവിൻ്റെ വാഗ്ദാന പ്രകാരം
ഇവരിന്ന് ചെന്നെത്തുന്ന സ്ഥലങ്ങളിലെ, കണ്ടുമുട്ടുന്ന വ്യക്തികളിലെ, ഇടപെടുന്ന സാഹചര്യങ്ങളിൽ, ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളിലെല്ലാം കർത്താവിൻ്റെ കൃപ നിറയട്ടെ. കർത്താവിൻ്റെ ദൂതൻ പരിശുദ്ധ ദേവമാതാവിൻ്റെ മധ്യസ്ഥത്തിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ, നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കട്ടെ. കർത്താവെ, ഓരോ പ്രവർത്തനവും നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിലാണ് നീ ചെയ്യുന്നതെന്ന് നിൻ്റെ വചനത്തിൻ്റെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഉടമ്പടി ക്രമീകരിച്ചിരിക്കുന്നത്. കർത്താവെ, ചില അപകടം പിടിച്ച സ്ഥലങ്ങളെ കാണിച്ചു തരുന്നുണ്ട് ഈശോയെ, ചില രോഗികളെ കാണിച്ചു തരുന്നുണ്ട് ഈശോയെ. ഭീകരമായ വേദന കൊണ്ട് വിഷമിക്കുന്നവരെ പ്രത്യേകം ഞാൻ ആശീർവദിക്കുന്നു. കർത്താവെ, എല്ലാവിധ രോഗങ്ങളും കണ്ണ് വീർത്തിരിക്കുന്നവരെ കാണിക്കുന്നുണ്ട് ഈശോയെ. തുടയലിന് വേദനയും അതുപോലെ മരവിപ്പും ഉള്ളവരെ കർത്താവ്, പൊള്ളലിൻ്റെ പേരിൽ തുണി ഉടുക്കാൻ പറ്റാതെ കിടക്കുന്ന അത്ര വേദന ലഭിക്കുന്നവരെ കാണിക്കുന്നുണ്ട് ഈശോയെ. അതുപോലെ ത്വക്ക് രോഗങ്ങളെ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം പരിശുദ്ധ അമ്മ കൃപാസ അമ്മ ദേവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ ത്വക്ക് നീറി പുകയുന്നവരുടെ, ശരീരം ചൂടുകൊണ്ട് ഉറങ്ങാൻ പറ്റാത്തവരെ, പർശ്വരോഗികളെ കർത്താവ് ആശീർവദിക്കട്ടെ. കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ നിങ്ങൾ കുതിരപ്പെടുകയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾ സൗഖ്യം പ്രാപിക്കുകയും ചെയ്യട്ടെ. ഓരോരോ ജീവിത ആവശ്യങ്ങൾക്ക് വേണ്ടി ഉദ്യമിക്കുന്നവർ, പഠിക്കുന്ന വിദ്യാർത്ഥികൾ, പരീക്ഷയ്ക്ക് വരുന്ന മക്കൾ, അവരെ ഈ നിമിഷം ആശീർവദിക്കുന്നു. അവരുടെ പഠനത്തിൻ്റെ എല്ലാവിധ സാഹചര്യങ്ങളെയും ഭൗതികമായ പഠന സാമഗ്രികളെയും ആശീർവദിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, ക്രിസ്തുവിൻ്റെ അടയാളത്തിൽ നീയും നിൻ്റെ കുടുംബവും നിൻ്റെ ജീവിതവും നിൻ്റെ ഉദ്യമങ്ങളും നിൻ്റെ ലക്ഷ്യങ്ങളും ഈശോ ഇന്ന് ആശീർവദിക്കട്ടെ. കൊരിന്ത്യർ 12:9 എന്തെന്നാൽ ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി, ദാറ്റ് മീൻസ് കൃപ പ്രവർത്തിക്കുന്നത്. അപ്പോൾ എന്തിനാണ് ഈശോ അങ്ങനെ പറഞ്ഞത്? 70 പ്രാവശ്യം ക്ഷമിക്കാൻ. ക്ഷമ ഒരു മാർഗം മാത്രമാണ്. എന്തിനാണ്? നമ്മളെ ബലഹീനമാക്കുകയാണ്. എന്താ ബലഹീനമാക്കണത്? എന്തെന്നാൽ ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി. നമ്മുടെ ക്ഷമ എന്ന് പറയുന്നത് നമ്മുടെ പവർ, ശേഷി നമ്മൾ അടിയറ വെക്കുകയാണ്. ഇൻ ദ നെയിം ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്, ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവരുടെയും മുമ്പിൽ നമ്മൾ തോറ്റു, നാട്ടുകാരുടെ മുമ്പിൽ തോറ്റു, വീട്ടുകാരുടെ മുമ്പിൽ തോറ്റു. ഇനി ഇങ്ങനെയുള്ള ചളവാരികളെ കൂടെ കൊണ്ടുപോകത്തില്ല ഞാൻ. നീ നിൽക്ക്, എനിക്ക് എൻ്റെ വഴി, നിനക്ക് നിൻ്റെ വഴി, ഗുഡ് ബൈ എന്ന് പറയും. ഗുഡ് ബൈ പറയുന്നതിനോടൊക്കെ പറയണം മക്കളെ. പത്രോസ്, പൗലോസ്, ബർന്നബാസോട് ഗുഡ് ബൈ പറഞ്ഞു. 2 തിമോത്തി 4:10 എന്തെന്നാൽ ഈ ലോകത്തോടുള്ള ആസക്തി മൂലം ദേമാസ് എന്നെ വിട്ട് തെസ്സലോനിക്കായിലേക്ക് പോയിരിക്കുന്നു. അണ്ണൻ വണ്ടി വിട്ട്. പൗലോസ് എന്താ പറഞ്ഞത്? സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം എന്ന്. അത് പൗലോസിൻ്റെ വേർഷനാണ്, വെളിപാടാണ്. പക്ഷേ സംടോട്ട ബൈബിൾ മൊത്തം എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് എന്താണ്? സ്നേഹത്തിൻ്റെ അപ്പുറത്ത് സ്നേഹം ഉൾക്കൊണ്ടുകൊണ്ട് സ്നേഹത്തെ ബേസ് ചെയ്തുകൊണ്ട്, സ്നേഹത്താൽ പ്രവർത്തനക്ഷമമായ വിശ്വാസത്തെ ബേസ് ചെയ്തുകൊണ്ട് എന്താണ് ലക്ഷ്യം വെക്കുന്നത്? ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് സ്നേഹമുണ്ടാകാനും അത് സമർത്ഥമായി ഉണ്ടാകാനും എന്നല്ല ഈശോ പറഞ്ഞത്. ഞാൻ വന്നിരിക്കുന്നവർക്ക് കൃപയുണ്ടാകാനും അത് സമർത്ഥമായി ഉണ്ടാകാനുമാണ്. ജീവൻ എന്ന് വെച്ചാൽ കൃപയല്ലേ? അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്ക് മേൽ കൃപ കിട്ടിയിരിക്കുന്നു. അപ്പം കൃപയാണ് ലക്ഷ്യം. അപ്പോൾ ദൈവത്തിൻ്റെ ആധ്യാത്മിക പരിചരണത്തിൻ്റെ പരിശീലനത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ആത്മാവിലെ കൃപയെ ആർജിപ്പിക്കുക എന്നുള്ളതാണ്. എംപവർ ചെയ്ത് കൃപ കൊണ്ട് നമ്മൾ ശക്തിപ്പെടുത്തുക. ആ ഉദ്ദേശത്തിൽ വേണം നിങ്ങൾ കർത്താവിൻ്റെ ഒരു ചേട്ടം തടിക്കുന്നതിന് മറു ചേട്ടം കാണിച്ചു കൊടുക്കണം. നിങ്ങൾ ചണ്ട കൂടി ഉടുപ്പ് കരസ്ഥമാക്കാൻ ഉദ്ദേശിക്കുന്നവന് മേലം കൂടി വിട്ടുകൊടുക്കണം. ഒരു മൈൽ പോകാൻ ആഗ്രഹിക്കുന്നവൻ്റെ കൂടെ 2 മൈൽ പോകണം എന്നൊക്കെ പറയുന്നതിൻ്റെ കാര്യം, അതിൻ്റെ മുഴുവൻ കർത്താവിൻ്റെ പ്രബോധനങ്ങളുടെ അടിസ്ഥാനം എന്താണ്? At any cost, at any lost, receive the grace. ഇത് ഗ്രേസിൻ്റെ കാലമാണ്, കൃപയുടെ യുഗമാണ്.
കൃപയുടെ കാലഘട്ടമാണ്. 2 കാലങ്ങളിലാണ് ദൈവം വരണത്. ഒന്ന് അജ്ഞതയുടെ കാലഘട്ടമുണ്ട്, രണ്ടാമത് കൃപയുടെ കാലഘട്ടമുണ്ട്. അമ്മ ഗ്രേസി ജോസഫ്, ഞങ്ങൾ പാലാരൂപത രാമപുരം ഇടവകയിൽ നിന്നും വരുന്നു. പരിശുദ്ധ അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയിൽ ഞങ്ങളെ ഇവിടെ കർത്താവിൻ്റെ സാക്ഷികളായിട്ട് ഒരുക്കിയതിനെ ഓർത്ത് ഞങ്ങളിപ്പോൾ നന്ദി പറയുന്നു. അമ്മ മാതാവും തിരുക്കുമാരനും ഞങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞ 2022 മുതൽ ചെയ്തു വന്ന നന്മകളെക്കുറിച്ച് ഏറ്റു പറയാനാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. ഞാൻ ഒരു ഡിഗ്രി പഠിക്കുന്ന കാലം തൊട്ട് ഏകദേശം 2016 മുതൽ എനിക്ക് എൻ്റെ പീരിയഡ്സിൻ്റെ സമയത്ത് അതിശക്തമായിട്ടുള്ള വേദനയും എനിക്ക് അതിനുശേഷം വല്ലാതെ ബുദ്ധിമുട്ടും കാര്യങ്ങളുമായിരുന്നു. പതിയെ അത് എല്ലാ ദിവസങ്ങളിലേക്കും അത് മാറ്റപ്പെടുകയും എനിക്ക് പഠിക്കാൻ പോലും വളരെ ബുദ്ധിമുട്ടും അനുഭവിക്കുന്നൊരു സാഹചര്യത്തിലേക്ക് മാറുകയും ചെയ്തായിരുന്നു. അതിനുശേഷം ഞാൻ പിന്നീട് ഹയർ സ്റ്റഡീസും കാര്യങ്ങളിലേക്കൊക്കെ പോയി. ആ സമയത്തും ഇതേ ബുദ്ധിമുട്ടുകൾ എനിക്ക് ഉണ്ടായി. ഇതിനിടയ്ക്കാണ് യൂട്യൂബിൽ പരിശുദ്ധ അമ്മയുടെ നാമത്തിലുള്ള കൃപാസനം പള്ളീനെ പറ്റി അറിയുകയും കൂടുതൽ അവിടുത്തെ സാക്ഷ്യങ്ങൾ ഞാൻ കേൾക്കാനായിട്ട് തുടങ്ങുകയും ചെയ്തത്. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു, എനിക്ക് ഒരു കെമിസ്ട്രിയാണ് ഞാൻ പഠിച്ചത്, എനിക്ക് PhD ചെയ്യണം, അതിൻ്റെ ഒപ്പം എനിക്കൊരു JRF വാങ്ങി നിൽക്കണം എന്ന്. അപ്പോൾ എൻ്റെ ഈ അസുഖത്തിൻ്റെ കുറേ ബുദ്ധിമുട്ടുകൾ കാരണം എനിക്ക് നന്നായിട്ട് പഠിക്കാനൊക്കെ ആയിട്ട് ഒത്തിരിയധികം ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അപ്പം ഈ കൃപാസനത്തിൽ ഓരോ വ്യക്തികളും പറഞ്ഞു വന്ന സാക്ഷ്യങ്ങൾ എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പലപ്പോഴും ഞാൻ ഈ വേദനയൊക്കെ വീഴുമ്പോഴത്തേക്കും പഠിക്കാനായിട്ട് എനിക്കൊരു ധൈര്യമായിരുന്നു, നമ്മളെ സഹായിക്കാനായിട്ട് സ്വർഗത്തിലൊരു അമ്മയുണ്ട്, ആ അമ്മ എന്നെ സഹായിക്കുമെന്ന്. അപ്പം ഞാൻ ആ അമ്മയുടെ ശക്തമായിട്ടുള്ള പ്രാർത്ഥനയും സാക്ഷ്യവും പ്രാർത്ഥനകളും ഒക്കെ ആയിട്ട് എപ്പോഴും കൊന്തയൊക്കെ ചൊല്ലുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. അതിലൂടെ എനിക്ക് ഇത്രയും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ പോലും എനിക്ക് ഓൾ ഇന്ത്യയിൽ 59ാമത്തെ റാങ്കോടുകൂടി നെറ്റും JRFും പാസ്സാകാനായിട്ട് എനിക്ക് പറ്റി. ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല സ്ഥലമായിട്ടുള്ള IIT ഗാന്ധിനഗറിൽ എനിക്ക് PhDക്ക് അഡ്മിഷൻ ലഭിച്ചു. പക്ഷെ എനിക്ക് അവിടെ ചെന്നതിന് ശേഷം വീണ്ടും ശക്തമായിട്ടുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളാൽ ഞാൻ പ്രയാസപ്പെട്ടു. അപ്പം അതിനുശേഷം ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, കൃപാസനത്തിന് നമുക്കൊരു ഉടമ്പടി എടുക്കാനായിട്ടുള്ളൊരു അവസ്ഥയുണ്ട്. നമ്മൾ ഏത് ഡോക്ടറിൻ്റെ അടുത്ത് പോയാലും അവർ പറയും ഒന്നുമില്ല എല്ലാം ഓക്കെ ആണെന്ന് പറയും. അതുകൊണ്ട് എൻ്റെ മമ്മി ഒരു കൃപാസനത്തിൽ വന്ന് ഒരു ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചു. ഇവളുടെ എന്ത് അവസ്ഥയാണെങ്കിലും പരിശുദ്ധ അമ്മേ അത് എന്താണെന്ന് ഞങ്ങൾക്കൊന്ന് വെളിപ്പെടുത്തി തരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞങ്ങൾ ആ ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ അമ്മയാണ് വന്നത്. ഞാൻ കേരളത്തിന് പുറത്തായതുകൊണ്ട് എനിക്ക് വരാനായിട്ട് പറ്റിയില്ല. അങ്ങനെ 2022 ജൂലൈയിൽ 7-ാം തീയതി എൻ്റെ അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും 2023 ഫെബ്രുവരിയിൽ എനിക്ക് എൻ്റെ അസുഖത്തെ പറ്റിയുള്ളൊരു തിരിച്ചറിവ് ഞങ്ങൾക്ക് തരികയും ചെയ്തു. അതായത് എനിക്ക് എൻഡോമെട്രിയോസിസ് വളരെ ശക്തമായിട്ട് കൂടി എൻ്റെ ശരീരത്തിൽ പ്രത്യേകിച്ച് അബ്ഡോമിനിലെ പല ഭാഗങ്ങളിലേക്കും വ്യാപിച്ച് എൻ്റെ 2 ഓവറിയിലും ബൈലാറ്ററലായിട്ട് വലിയൊരു സിസ്റ്റ് 2 ഓവറിയിലും വളർന്നു നിൽക്കുന്നൊരു സാഹചര്യമായിരുന്നു. അപ്പം ഫെബ്രുവരിയിൽ അത് ഐഡൻറ്റിഫൈ ചെയ്തു. 15-ാം തീയതിയാണ് അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പം ഡോക്ടർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ എൻഡോമെട്രിയൽ സിസ്റ്റിന് അതുപോലെ തന്നെ ഈ എൻഡോമെട്രിയൽ സെൽസിന് ശരീരത്തിൻ്റെ അബ്ഡോമിൻ്റെ പല ഭാഗങ്ങളിലേക്കും വളർന്ന് അതൊരു സ്റ്റിക്കി ആയിട്ടിരിക്കുകയായിരിക്കും. അപ്പം എന്നോട് പറഞ്ഞൊരു കാര്യം, ഇത് വയറിൻ്റെ സ്റ്റൊമക്കിൻ്റെ പല ഭാഗങ്ങളിലും സ്റ്റിക്നെസ് ഉള്ളതുകൊണ്ട് പല ഭാഗങ്ങളും മുറിച്ച് കളയേണ്ടി വരും. സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ പല ഭാഗങ്ങൾ, ലാർജ് ഇൻറ്റസ്റ്റൈൻ, റെക്റ്റം, എൻ്റെ ഓവറിയും ഫലോപ്പിയൻ ട്യൂബും 2ഉം എടുത്തു കളയണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ നിന്നും കൺസെൻറ്റ് എഴുതി വാങ്ങിയാണ് എന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റുന്നത്. 24-26 വയസ്സായിട്ടുള്ള ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഓവറിയും ഫലോപ്പിയൻ ട്യൂബും ഒന്നുമില്ലാതെ അവളെ കൊണ്ട് എന്തൊരവസ്ഥയായിരിക്കും. എൻ്റെ മമ്മി ആ ഒരു സമയത്ത് ഇതറിഞ്ഞപ്പോൾ തൊട്ട് അതിന് മുന്നേയും ഞാൻ വന്നത് നമ്മുടെ നേർച്ചയും ഉടമ്പടി വസ്തുക്കളും ഒക്കെ എൻ്റെ വയറിൽ പുരട്ടി പ്രാർത്ഥിക്കുകയും വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് പ്രാർത്ഥിക്കുക. എപ്പോഴും കരഞ്ഞുകൊണ്ട് അമ്മയുടെ കാശ് രൂപം വെച്ചിട്ട് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകുമ്പോഴും കയ്യിൽ കാശ് രൂപം പിടിച്ചുകൊണ്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പം
അന്ന് ഡോക്ടർ ഇത് എടുത്തു കളയണമെന്ന് പറഞ്ഞു. പക്ഷേ 8 മണിക്കൂറിലെ ഓപ്പറേഷന് ശേഷം പരിശുദ്ധമ്മയുടെ ശക്തമായിട്ടുള്ള മധ്യസ്ഥതയാൽ സംഭവിച്ചത് ഓവറിയോ ഫലോപ്യൻ ട്യൂബോ ഒന്നും എടുത്തു കളയാതെ എന്നെ പൂർണ്ണമായിട്ടും എങ്ങനെയോ അത് എടുത്തു കളയാനായിട്ട് ഡോക്ടറിന് പറ്റി. ഡോക്ടർ വന്നിട്ട് പറയുന്നത്, ഒരുപാട് ഡോക്ടർമാരുടെ അകമ്പടിയോടുകൂടെയാണ് ഓപ്പറേഷൻ നടക്കുന്നത്, ഇതൊരു വലിയൊരു അത്ഭുതമായിരിക്കുന്നു. ഇതിനു മുൻപുള്ള ഇത്രയും സീരിയസ് അല്ലാത്ത കേസിൽ പോലും അത് എടുത്തു കളയേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവളുടെ എന്തോ കേസിൽ അത് എടുത്തു കളയേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. ഇവളുടെ ഓവറിക്കും ഫലോപ്പിയൻ ട്യൂബിനും ഒന്നും പറ്റിയിട്ടില്ല. പക്ഷേ ഭാവിയിൽ ഇവൾക്ക് അമ്മയാവാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. പിന്നീട് ഞങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. പക്ഷേ ഈ ഒരു സമയത്ത് എൻ്റെ വിശ്വാസമൊക്കെ ക്ഷയിച്ചു പോയി. ആ ഒരു ടൈമിൽ എൻ്റെ അമ്മ പറയുന്നുണ്ട്, നീ ഓപ്പറേഷൻ തിയേറ്ററിൽ ആയിരിക്കുന്ന സമയത്ത് നിൻ്റെ ഓവറിയോ ഫലോപ്പിയൻ ട്യൂബോ ഒന്നും തൊട്ടിട്ടില്ല. പക്ഷെ ആയിരിക്കുന്ന സമയത്ത് ഞാൻ കണ്ടതാ പരിശുദ്ധ അമ്മേനെ. ആ അമ്മ നിൻ്റെ ഉദരത്തിലേക്ക് എന്തോ ഒരു തവിട്ട് കളർ ഒരു ദ്രാവകം ഒഴിച്ച് നിന്നെ പൂർണ്ണമായിട്ട് സൗഖ്യപ്പെടുത്തുന്നുണ്ട്. ഞാൻ പറഞ്ഞു, സൗഖ്യപ്പെടുത്തിയിട്ടെന്താ? ഇപ്പം ഡോക്ടർ വന്ന് പറയുന്ന കേട്ടില്ല, അമ്മയാവാൻ കഴിയില്ല. അവർ പറയുന്നത് ഇത്രയും പ്രായം, ഇതിൻ്റെ ഒപ്പം തന്നെ ഈ സിസ്റ്ററിൻ്റെ ഒപ്പം തന്നെ കുറേയും ഓവം റിമൂവ് ചെയ്തിട്ട് പോയിട്ടുണ്ടാവും. അപ്പം അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അമ്മയാവാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. അപ്പം ആ ഒരു ടൈമിൽ മമ്മീനോട് പറഞ്ഞു, ഇത് സുഖപ്പെടുത്താനായിട്ട് എൻ്റെ അമ്മയ്ക്ക് കഴിവുണ്ടെങ്കിൽ ഇനി നിനക്കൊരു കുഞ്ഞിനെ തരാനാണ് അമ്മയ്ക്ക് പ്രയാസം. അങ്ങനെ അമ്മയുടെ ആ വാക്കുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അന്നേരം എനിക്കൊരു വളരെ അവിശ്വാസപരമായിട്ടൊരു ഇതിലായിരുന്നു നിന്നിരുന്നത്. കാരണം ഞാനിതിനു മുന്നേ കുട്ടികളുടെയും കാര്യങ്ങൾ അറിഞ്ഞിട്ടുള്ളതിൻ്റെ ഒക്കെ ഇതിൽ ഞാൻ അങ്ങനെ നിന്നു. അതിനുശേഷം ഡോക്ടർമാർ പറഞ്ഞു, ഒരു 5 മാസം അല്ല 6 മാസത്തിനുള്ളിൽ നിങ്ങളുടെ വിവാഹം നടക്കുകയും നിങ്ങൾ ഗർഭിണിയാവുകയും ചെയ്താൽ മാത്രമേ ഒരു നോർമൽ രീതിയിൽ ഒരു കൺസീവ് ആകാനായിട്ടുള്ള സാധ്യതകൾ നിങ്ങളുടെ കാര്യത്തിലുള്ളൂ. അപ്പം ഇതൊക്കെ ഒരു ചെറിയ ഷോർട്ട് സമയത്ത് നടത്തുക എന്ന് പറയുന്നത് വളരെ വളരെ അവിശ്വസനീയമായൊരു കാര്യമാണ്. അതും പിന്നീട് ഞാൻ കുറച്ചും കൂടെ മമ്മിയുടെ സപ്പോർട്ട് കൊണ്ടും മമ്മി ദിനം പ്രതി സർജറി കഴിഞ്ഞ് കിടക്കുമ്പോഴെല്ലാം ഈ ഉടമ്പടിയുടെ തൈലവും കാശുരൂപവും ഉപ്പും ഒക്കെ വെച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത് കണ്ടും മമ്മിയുടെ വിശ്വാസത്തിൽ കൂടെ പരിശുദ്ധ അമ്മയോട് കൂടുതൽ ഒന്നുകൂടി അടുക്കാനും കൂട്ടുകൂടാനും ഒക്കെ എനിക്കും പറ്റി. ആ ഒരു ടൈമിൽ ഞാൻ ഒത്തിരി ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. ആ സമയത്ത് എൻ്റെ മമ്മിയും എൻ്റെ വീട്ടുകാരും ഒക്കെ കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ആലോചിക്കാനായിട്ട് തുടങ്ങി. ആ ഒരു ടൈമിൽ നമ്മളിതൊക്കെ ഓപ്പണായിട്ട് തുറന്ന് പറഞ്ഞിട്ട് തന്നെയാണ് പല ആലോചനകളെയും നമ്മൾ അപ്രോച്ച് ചെയ്തിരുന്നത്. അങ്ങനെ എന്നെ മനസ്സിലാക്കുന്ന, എൻ്റെ സാഹചര്യങ്ങളെക്കുറിച്ച് അറിയാവുന്ന, എന്നെ അതിലും തളരാതെ കൂട്ടി നിർത്തുന്ന ഒരാളെ എനിക്ക് ഭർത്താവായിട്ട് മാതാവ് തന്നെ തിരഞ്ഞെടുത്ത് തന്നു. മമ്മി പ്രാർത്ഥിച്ചത് 2023 ഫെബ്രുവരിയിലാണ് ഓപ്പറേഷൻ നടന്നത്. മമ്മി പ്രാർത്ഥിച്ചത് ഇങ്ങനെയായിരുന്നു, മാതാവേ സെപ്റ്റംബർ 9, 2023 മുന്നേ എൻ്റെ കുഞ്ഞിൻ്റെ കല്യാണത്തിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാക്കി തരണേന്ന്. സെപ്റ്റംബർ 9, 2023 എന്ന് പറയുന്നത് എൻ്റെ ഒത്തുകല്യാണത്തിൻ്റെ ദിവസമായിരുന്നു. 2023 സെപ്റ്റംബർ 16 കെട്ട് കല്യാണവും. പരിശുദ്ധ അമ്മയുടെ ശക്തമായ മധ്യസ്ഥത കൊണ്ട് ഒന്നു മാത്രമാണ് അത് നടന്നത്. അതിനുശേഷം ഇപ്പം ഇതാണ് എൻ്റെ കുഞ്ഞ്. അന്ന് ഡോക്ടർമാർ എനിക്ക് പ്രസവിക്കാൻ കഴിയത്തില്ല, എൻ്റെ AMH വാല്യൂ ഒക്കെ കുറവാണെന്ന് പറഞ്ഞിട്ടും മാതാവ് തന്ന എൻ്റെ മിറാക്കിൾ ബേബിയാണ്. എൻ്റെ ഓപ്പറേഷൻ്റെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ തന്നവർ ചോദിച്ചത് IVF ആണോ എന്നാണ് ചോദിച്ചത്. എൻ്റെ പ്രഗ്നൻസിക്കുള്ള ND സ്കാനൊക്കെ എടുത്ത സമയത്ത് അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഷീ ഈസ് എ മിറാക്കിൾ ബേബി. IVF ഒന്നും കൂടാതെ നാച്ചുറലായിട്ട് എൻ്റെ ദൈവം എനിക്ക് തന്ന, എൻ്റെ മാതാവ് എനിക്ക് തന്ന എൻ്റെ പൊന്നു കുഞ്ഞാണ്. എൻ്റെ മമ്മി കാരുണ്യപ്രവർത്തനം പല വീടുകളായിട്ട് കയറി ഇറങ്ങുകയും രോഗികളെ സന്ദർശിക്കുകയും ഓട്ടോറിക്ഷകളിലും ബസ് സ്റ്റാൻഡുകളിലും ഒക്കെ പത്രം വിതരണം നടത്തുകയും രോഗികളെ സന്ദർശിക്കുകയും എല്ലാ കാര്യങ്ങളും മമ്മി ഇതിൻ്റെ ഭാഗമായിട്ട് കാരുണ്യപ്രവൃത്തിയുടെ ഭാഗമായിട്ട് ചെയ്യുമായിരുന്നു. അമ്മ മാതാവിനും തിരുക്കുമാരനും ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ കൊടാനുകോടി നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഞാൻ ഇന്ന് എൻ്റെ മമ്മി 6 തവണ ഉടമ്പടി പുതുക്കുകയും ഇന്നാണ് എനിക്കിന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനുള്ളൊരു സാഹചര്യം എനിക്ക് ഉണ്ടായത്.
ഞാനിന്ന് ഉടമ്പടി എടുത്ത് എൻ്റെ മാതാവ് എനിക്ക് ചെയ്തു തന്ന എൻ്റെ ഹസ്ബൻഡും ഉണ്ട്. ഹസ്ബൻഡും ഞങ്ങൾ കുടുംബം മൊത്തം ഇന്ന് ഉടമ്പടി എടുത്തു. ആ ഉടമ്പടിയിൽ തന്നെ മുന്നോട്ട് ജീവിക്കാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി. എനിക്കിവിടെ പറയാനുള്ള സാക്ഷി എന്ന് പറയുന്നത് 2023 മാർച്ച് 16 തീയതിയാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ആ സമയത്ത് ഞാൻ ഒരുപാട് കടബാധ്യതകളും പ്രശ്നങ്ങളിലും ഒക്കെ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ എനിക്ക് മുന്നോട്ട് പോകാൻ എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ല. നാട്ടിൽ ജോലി ഉണ്ടായിരുന്നു, ഫിനാൻസിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തത്. പക്ഷേ അതിലൊന്നും എനിക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ലായിരുന്നു. അങ്ങനെ ഞാനിവിടെ വന്ന സമയത്ത് എനിക്ക് നല്ലൊരു ജോലി വേണം എന്ന് മാത്രമേ ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ചിട്ടുള്ളായിരുന്നു. പിന്നെ കുറേ മനോവിഷമങ്ങളും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനത് എഴുതി അമ്മയുടെ ഉടമ്പടി പുതുക്കുന്ന സമയത്ത് അമ്മ ഒരു നിയോഗം എഴുതിയിട്ടുണ്ടായിരുന്നു. ഞാനറിയാതെ മകൾക്ക് IELTS എഴുതാനൊരു സാഹചര്യം മാതാവിൻ്റെ കൃപയാൽ ഉണ്ടാവണം എന്നുള്ളത്. പക്ഷേ ഇത് ഞാൻ അറിയുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മുന്നോട്ട് പ്രത്യേകിച്ചൊന്നും നടക്കുന്നില്ല, പ്രാർത്ഥിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ പോകുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അമ്മ ജോസഫ് അച്ഛൻ്റെ ഒരു ധ്യാനം കൂടിയ സമയത്ത് പറഞ്ഞു, ജൂൺ 15 തീയതിക്കുള്ളിൽ എനിക്കൊരു പരിഹാരം ഇതിന് കണ്ടെത്തി തരണം മോളുടെ കാര്യത്തിൽ എന്ന് പറയുന്നത്. ജൂൺ 2 തീയതിയാണ് അമ്മ നിയോഗം വെക്കുന്നത്. അങ്ങനെ ജൂൺ 13 എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന എൻ്റെ ഒരു സുഹൃത്തുണ്ട്. അവർ പറഞ്ഞു, അവരുടെ സുഹൃത്ത് വിളിച്ചിട്ട് അവരോട് ചോദിച്ചു, നിനക്ക് UK പോകാൻ താല്പര്യമുണ്ടോ, ഇങ്ങനെ സ്റ്റുഡൻറ്റ് വിസയിൽ പോകാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ അവരെൻ്റെ അടുത്താണ് ഓടി വന്നത്. എനിക്കെന്തായാലും പോകാൻ പറ്റില്ല, നിനക്ക് നോക്കാൻ പറ്റുമോ, നീ പോകാൻ ആഗ്രഹിച്ചിരിക്കുന്നതല്ലേ എന്ന് ചോദിച്ചു. 1 രൂപ പോലും എൻ്റെ കയ്യിലെടുക്കാനില്ല. ഒരാഴ്ചയെ ഫീസ് അടയ്ക്കാൻ സമയമുള്ളൂ, 6 ലക്ഷം രൂപ അടയ്ക്കണം, പറ്റുമെങ്കിൽ ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ വിളിച്ച് ഇതറിഞ്ഞപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു, നല്ലതാണെങ്കിൽ മുന്നോട്ട് പൊക്കോളാൻ പറഞ്ഞു. പക്ഷെ അപ്പോഴും എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ല. പക്ഷേ എനിക്ക് ആകെ മുന്നിലൊരു 4 ദിവസമേ സമയമുള്ളൂ. അങ്ങനെ ഉണ്ടായിരുന്ന ലോണുകളൊക്കെ പുതുക്കി ഗോൾഡൊക്കെ ഉള്ളതെല്ലാം പെറുക്കി കൊണ്ടുപോയി വെച്ചിട്ടാണ് ഞാൻ 6 ലക്ഷം രൂപ അടയ്ക്കുന്നത്. അപ്പോഴും മുന്നോട്ട് എങ്ങനെ ബാക്കി ഉണ്ടാക്കണം എന്നൊന്നും അറിയില്ല. അങ്ങനെ എനിക്ക് ഇൻ്റർവ്യൂവിൻ്റെ സമയം വന്നു. എനിക്കൊരു ട്യൂട്ടർ തന്നിട്ടുണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ട്. പക്ഷേ പുള്ളി എൻ്റെ അടുത്ത് ശരിയായ രീതിയിലൊന്നും അല്ല സംസാരിക്കുന്നത്. മോശമല്ല, അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഞാൻ എന്ത് പറഞ്ഞു കൊടുത്താലും പറയും ഞാൻ പറയുന്നത് ശരിയല്ല എന്ന് പറയും. ഉള്ളിലൊരു പേടിയുണ്ട്. അങ്ങനെ ഫസ്റ്റ് ഇൻ്റർവ്യൂ വന്ന് ലാപ്പ് തുറന്ന് വെച്ച് വിഷ് ചെയ്തതിന് ശേഷം എൻ്റെ അടുത്ത് വെച്ച് പാസ്പോർട്ട് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് പാസ്പോർട്ട് കയ്യിൽ വെക്കണമെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു 1 സെക്കൻഡ് ഞാനിപ്പോൾ എടുക്കാമെന്ന് പറഞ്ഞു. ആ സമയത്ത് അവർ കോൾ കട്ട് ചെയ്തിട്ട് പോയിട്ട് പറഞ്ഞു ഞാൻ ഇൻ്റർവ്യൂ റിജക്റ്റഡ് ആണെന്ന് പറഞ്ഞു. പിന്നെ അടുത്ത 2 ചാൻസ് കൂടി ഉണ്ടെന്ന് അപ്പോഴാണ് ഞാൻ അറിയുന്നത്. പക്ഷേ അപ്പോഴത്തേനും ഞാൻ പേടിച്ചു പോയിരുന്നു. പക്ഷേ 2ാമത്തെ ചാൻസിൽ ഞാൻ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്തു, എല്ലാം ഓക്കെയാണ്. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ പറഞ്ഞു ഞാൻ ഗർഭിണിയാണെന്ന് പറഞ്ഞു, അതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. 2ാമത്തെ റിജക്ഷനും വന്നു. ഇനി 1 ചാൻസും കൂടിയുള്ളൂ. അതെങ്ങനെ എന്ത് ചെയ്യുമെന്നൊന്നും എനിക്കറിയില്ല. അപ്പോഴും ഞാൻ പ്രാർത്ഥനയിൽ തുടർന്നുകൊണ്ടിരുന്നു. അമ്മ എനിക്ക് വേണ്ടിയിട്ട് നിരന്തരം പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുന്നതിനപ്പുറം എനിക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കുന്നുണ്ട്. 3ാമത്തെ ഇൻ്റർവ്യൂ എനിക്കറിയില്ല, ഞാൻ സംസാരിച്ച് തുടങ്ങിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ലാസ്റ്റ് എത്തിയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു കൺഗ്രാജുലേഷൻസ് ചിത്ര, യു ആർ സെലക്റ്റഡ്. അത് കേട്ടപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ലോണിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളിലേക്ക് അച്ഛൻ അന്വേഷിച്ചപ്പം എല്ലാ കാര്യങ്ങളും ഓൾറെഡി ലോണിലാണ് ഇരിക്കുന്നത്, കൂടുതലൊന്നും കിട്ടാനൊന്നുമില്ല. എന്നാലും പ്രതീക്ഷ വിട്ടിട്ടില്ല. അച്ഛൻ പോയി അന്വേഷിച്ച സമയത്ത് പറഞ്ഞു ലോണൊന്നും തരാനില്ല എന്ന് പറഞ്ഞു. പക്ഷേ ലാസ്റ്റ് നിമിഷത്തിൽ അച്ഛനെ മടക്കി വിട്ടെടുത്ത് നിന്ന് തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു ചന്ദ്രേട്ട നിങ്ങൾ പറയുന്ന സമയത്ത് എങ്ങനെ തരാതിരിക്കും, കാരണം ഇവിടെ അത്രയും നല്ലൊരു വാല്യൂഡ് ആയിട്ടുള്ള കസ്റ്റമർ ആണ് എന്ന് പറഞ്ഞിട്ട് അച്ഛന് വീണ്ടും ലോണ് സാങ്ഷനാക്കി കൊടുത്തു. എനിക്കും അതുപോലെ തന്നെ എൻ്റെ പ്രോപ്പർട്ടീൻ്റെ പേരിൽ ലോണ് ശരിയായി. എല്ലാം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അമ്മ 2ാം തീയതി ഉടമ്പടി വെച്ചിട്ട് നിയോഗം വെച്ചിട്ട് 15ാം തീയതിക്കുള്ളിൽ തീരുമാനം കിട്ടണമെന്ന് പറഞ്ഞെടുത്ത് വെറും 1.5 മാസം കൊണ്ടാണ് ഞാൻ ഇവിടുന്ന് കയറി പോകുന്നത്. VSFൽ എനിക്ക് വിസയ്ക്ക് വേണ്ടിയിട്ട് ഡേറ്റ് കിട്ടിയ സമയത്ത് 2 മണിക്ക് അവിടെ എത്തണം. ഞാനും അച്ഛനും ഇവിടുന്ന് രാവിലെ ട്രെയിനിന് പോകാൻ വേണ്ടിയിട്ട് നിലമ്പൂരിൽ നിന്ന് ട്രെയിനിന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ട്രെയിൻ മിസ്സായി. ബസ് പിടിച്ച് ഞങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്തായാലും എൻ്റെ സമയം തെറ്റും. വേറെ ഒന്നും ചെയ്യാനില്ല, പോയേ പറ്റൂ. പക്ഷെ ബാക്കി അവിടെ വെച്ചിട്ട് കാണാം എന്ന് വിചാരിച്ചു. വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടാണ് പോണത്. പക്ഷെ അവിടെ ചെന്ന് ബസ് എനിക്കറിയില്ല എങ്ങനെ ഞാൻ അവിടെ എത്തിയതെന്ന്. ഒരു ഓട്ടോക്കാരനെ കണ്ടു. ആ പുള്ളി ഞങ്ങൾ കൃത്യസമയത്ത്, അതായത്
എന്നെ വിളിക്കുന്നതിൻ്റെ ജസ്റ്റ് 2 മിനിറ്റ് മുന്നേ അവിടെ കൊണ്ടുപോയി ഇറക്കി വിട്ടു. അത് ഈ പറയുന്ന പോലെ ഒരു 10 മിനിറ്റ് കൊണ്ട് എല്ലാം ചെയ്ത്, മണിക്കൂറുകളായിട്ട് അവിടെ കാത്തു നിൽക്കുന്നവരുണ്ട്. എൻ്റെതൊരു 10 മിനിറ്റ് കൊണ്ട് എല്ലാം ഞാൻ ചെയ്ത് ഇറങ്ങി വന്നു. അച്ഛൻ പറഞ്ഞു ഇത്ര നിസ്സാരമായിരുന്നോ എന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. അതുപോലെയായിരുന്നു എൻ്റെ കാര്യങ്ങൾ നടന്നിരുന്നത്. ഞാൻ ഇവിടുന്ന് കയറി അവിടെ എത്തിയ സമയത്ത് എനിക്ക് ബാക്കി ഫീസ് അടയ്ക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ ജോലി ചെയ്ത് ബാക്കി ഫീസ് അടയ്ക്കാം എന്നൊക്കെയുള്ള കാഴ്ചപ്പാടിലാണ് പോകുന്നത്. പക്ഷേ ചെന്നു ഫസ്റ്റത്തെ 4 മാസം എനിക്ക് ജോലിയൊന്നും കിട്ടിയില്ല. കിട്ടിയ ജോലി ഞാൻ 2023 സെപ്റ്റംബർ 28 ഇവിടുന്ന് പോകുന്നത്. അപ്പോൾ ജോലി എനിക്ക് കിട്ടി. പക്ഷെ അത് എനിക്ക് എൻ്റെ റൂമിൻ്റെ വാടക കൊടുക്കാൻ മാത്രമുള്ള പൈസയുള്ളൂ എൻ്റെ കയ്യിൽ. ബാക്കി എന്ത് കാര്യത്തിനും എനിക്ക് വേറെ എന്തെങ്കിലും കിട്ടിയിട്ട് വേണം. കയ്യിൽ കൊണ്ടുപോയ പൈസയെല്ലാം തീർന്നു തുടങ്ങി. ഒന്നും ചെയ്യാനില്ലാത്ത സാഹചര്യത്തിലാണ് എൻ്റെ ഒരു സുഹൃത്ത്, കൂടെ പഠിക്കുന്ന കുട്ടി പറഞ്ഞു അവർ ജോലി ചെയ്യുന്നൊരു സ്ഥാപനത്തിലുണ്ട്, പുള്ളീനെ വിളിച്ചു നോക്കാൻ പറഞ്ഞു. ഞാൻ വിളിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ നിൽക്കുന്നത് പുള്ളി ജോലി കൊടുക്കുന്ന സ്ഥലമായിട്ട് ഒരുപാട് ദൂരമുണ്ട്. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു ചിത്ര അവിടെ നിന്ന് എന്തായാലും പറ്റില്ല, ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞു. ശരി, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു കൂടെ ആരും വന്നിട്ടില്ലേ, ചിത്ര മാത്രമേ ഉള്ളൂ, ഡിപ്പെൻഡൻ്റ് ഒന്നും ഇല്ലേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം എൻ്റെ അടുത്ത് ചോദിച്ചു ലണ്ടൻ കാണാൻ വന്നതാണോ, കറങ്ങാൻ വന്നതാണോ എന്ന് ചോദിച്ചു. സത്യം പറയാം എനിക്ക് ബാക്കി സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, ഞാൻ കരഞ്ഞുപോയി. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു വിഷമിക്കേണ്ട, ആ പുള്ളിയെ വിളിച്ചാൽ കിട്ടാറില്ല. പക്ഷേ എനിക്ക് ഫസ്റ്റ് റിങ് തന്നെ പുള്ളി ഫോൺ എടുത്തിട്ടാണ് എൻ്റെ അടുത്ത് ഇത്രയും സംസാരിക്കുന്നത്. അങ്ങനെ എന്നോട് പറഞ്ഞു ഡിസംബർ ലാസ്റ്റ് ആകുമ്പോഴത്തേനും സെൻട്രൽ ലണ്ടനിലേക്ക് വരണം, എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ ശരിയാക്കാം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അന്ന് തൊട്ട് ഇന്ന് വരേക്കും ഞാൻ പുള്ളിയുടെ കീഴിലാണ് ജോലി ചെയ്യുന്നത്. എനിക്ക് വേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടില്ല. പക്ഷേ എനിക്ക് സ്ഥിരമായിട്ടൊരു ജോലി എന്നുള്ളത് ഇപ്പോഴും പറയാനായിട്ടില്ല. അങ്ങനെ ക്ലാസ് തുടങ്ങി, ഫീസ് അടയ്ക്കേണ്ട സമയം വന്നു. ഈ ജോലി ഇത്രയും കിട്ടാൻ ബുദ്ധിമുട്ടായതുകൊണ്ടും കിട്ടുന്ന പൈസ കുറവായതുകൊണ്ടും എനിക്ക് വിചാരിച്ച പോലെ ഫീസ് അടയ്ക്കാനോ മുന്നോട്ട് പോകാനോ പറ്റിയില്ല. അങ്ങനെ എൻ്റെ ID ബ്ലോക്ക് ചെയ്തു, ക്ലാസ്സിന് പോകാൻ പറ്റാതെയായി. അതേസമയം ഞാനത് വിഷമമൊക്കെ വീട്ടിൽ വിളിച്ച് പറയുന്നുണ്ട്, അച്ഛനും അമ്മയും പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു ഗോൾഡ് ലോൺ പണയം വെക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടിയിൽ ലോൺ എടുക്കാനോ ഒന്നും ഞങ്ങളെ കയ്യിലെടുക്കാനില്ല. എല്ലാം വടിച്ചു തുടച്ചാണ് ഇവിടുന്ന് പോകുന്നത്. ആ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യുന്നൊന്നും അറിയില്ല. ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ്, ഇത്രയും കൂടെ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുന്ന് തിരിച്ചു പോരേണ്ടി വരും, എങ്ങനെ എന്നൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അച്ഛനും അമ്മയും പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ എനിക്ക് എൻ്റെ വലത് കൈയിന് ടെന്നീസ് എൽബോ വന്നു. ജോലിക്കും പോകാൻ പറ്റാതെയായി. 4 ദിവസം എനിക്ക് റൂമിലുള്ള കുട്ടികളാണ് ചോറ് വാരി തന്നത്. കാരണം എനിക്ക് സ്വന്തമായിട്ട് വാരി കഴിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. വേദന സഹിച്ച് അവിടെ ഒരു 5 ഡിഗ്രി സെൽഷ്യസിലാണ് ഞാൻ പുറത്തു പോകുന്നത്. ഹോസ്പിറ്റലിൽ പോകാൻ എനിക്ക് ആരും കൂടെ ഇല്ല, എനിക്ക് ഒറ്റയ്ക്ക് പോകണം. വേദന അത്രയും സഹിക്കുക വയ്യാതെ കരഞ്ഞ് എൻ്റെ ടീഷർട്ടെല്ലാം നനഞ്ഞ് ഞാൻ ഹോസ്പിറ്റലിലേക്ക് ഒറ്റയ്ക്ക് പോവുകയാണ്. ഒരു ജാക്കറ്റ് ഇടാൻ പോലും എനിക്ക് പറ്റുന്നില്ല, തണുത്ത് വിറച്ചാണ് ഞാൻ പോണത്. ഞാൻ ഈ 30 വയസ്സ് വരേക്കും എനിക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ അച്ഛനാണ് കൊണ്ടുപോകുന്നത്. ആ സ്ഥാനത്ത് ഞാൻ ഒറ്റയ്ക്ക് പോകേണ്ടി വന്നപ്പോൾ കയ്യിൻ്റെ വേദനയേക്കാൾ കൂടുതൽ ഒറ്റയ്ക്കായി പോയല്ലോ എന്നുള്ള സങ്കടം ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷേ ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടെ പെട്ടെന്ന് ഡോക്ടറെ കാണാൻ കിട്ടില്ല നമുക്ക്. പക്ഷേ ഞാൻ അവിടെ ചെന്ന് എൻ്റെ അവസ്ഥ കണ്ടു. എന്നെ കണ്ട ഉടനെ തന്നെ ഡോക്ടർ പറഞ്ഞു വന്നിരിക്കുമെന്ന് പറഞ്ഞു. എൻ്റെ കയ്യിന്, ഞാൻ സംസാരിക്കാൻ പോലും എന്നെ സമ്മതിച്ചില്ല, കയ്യിന് സ്ലിങ് ഇട്ട് തന്നിട്ട് പറഞ്ഞു ഇനി പറഞ്ഞോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു 1 വർഷം ചുരുങ്ങിയത് കയ്യിന് റെസ്റ്റ് കൊടുക്കണം, ഒരു ജോലിയും ചെയ്യാൻ പറ്റില്ല, ഈവൻ പച്ചക്കറി പോലും എൻ്റെ കൈ കൊണ്ട് എനിക്ക് അരിയാൻ പറ്റില്ല, ചെയ്യരുത്, റെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞു. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഞാൻ ജോലിക്ക് പോവാതിരുന്ന എവിടുന്ന് ഒന്നും കിട്ടാനുമില്ല, ഒന്നും ചെയ്യാനുമില്ല മുന്നോട്ട്. ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയില്ല. അങ്ങനെ ഞാൻ ആ സ്ലിങ്ങിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഇട്ട സ്ലിങ്ങിൻ്റെ ഇടയിൽ കൂടെ ഞാൻ മാതാവിൻ്റെ ഉപ്പ് അതിലിങ്ങനെ ഇട്ടിട്ട് ഞാൻ വെച്ചു. എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ അറിയില്ല. പ്രാർത്ഥിക്കാനാണെങ്കിലും വിശ്വാസ പ്രമാണം ചൊല്ലാൻ അറിയാം, ഞാൻ ഇത് ചൊല്ലുന്നുണ്ട്. അതിൽ കൂടുതൽ എനിക്ക് ആ സമയത്ത് കൊന്ത ചൊല്ലാനോ അല്ലെങ്കിൽ വചനം പറയാനോ ഇതൊന്നും എനിക്കറിയില്ല. അപ്പം ഞാൻ പറഞ്ഞു മാതാവ് എനിക്ക് അറിയുന്നത് ഇത്രയേ ഉള്ളൂ, ഉപ്പ് ഞാൻ ഇടുന്നുണ്ട്, ബാക്കി മാതാവ് നോക്കിക്കൊള്ളണേന്ന് പറഞ്ഞു. 4 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങി. എനിക്ക് യാതൊരു പ്രശ്നമില്ല. ഫെബ്രുവരിയിൽ ഫിസിയോതെറാപ്പി ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പോയിൻമെൻ്റ് എടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത് മെയ്യിലാണ്. ആ സാഹചര്യത്തിലൊക്കെ മെയ്യിൽ കിട്ടിയാൽ പോലും പോകാൻ പറ്റാത്തൊരവസ്ഥയിൽ ഞാൻ 4 ദിവസം കൊണ്ട് അതിൽ നിന്നെല്ലാം റിക്കവറായി ജോലിക്ക് ഒരാഴ്ച കൊണ്ട് തിരിച്ചു പോകാൻ തുടങ്ങി. അതൊക്കെ അമ്മ മാതാവിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ്.
ആ സമയത്ത് തന്നെയാണ് ഫീസ് അടയ്ക്കാൻ 9 ലക്ഷം രൂപ അടയ്ക്കണം എന്ന് പറഞ്ഞ് എൻ്റെ ID ബ്ലോക്ക് ആക്കുന്നത്. വീട്ടിൽ വിളിച്ച് പറഞ്ഞപ്പോൾ അമ്മ നിരന്തരം മുട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മ എനിക്ക് വാട്സപ്പിൽ ഫോട്ടോ അയച്ചു തന്നു. മുട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് അമ്മേൻ്റെ 2 മുട്ടും മുറിഞ്ഞിട്ടുണ്ടായിരുന്നു, ചോര വന്ന്. ആ സാഹചര്യത്തിലാണ് അമ്മ പ്രാർത്ഥിക്കുന്നത്. അച്ഛനും അമ്മയും അപ്പം ഞങ്ങളുടെ ഒരു ബന്ധുവിൻ്റെ കല്യാണം ഉണ്ടായിരുന്നു, അച്ഛൻ്റെ പെങ്ങളെ മോളെ കല്യാണം ഉണ്ടായിരുന്നു. അവിടെ നിന്ന സമയത്ത് ചോദിക്കാൻ അത്രയും വിഷമം ഉണ്ടായിരുന്നു. എന്നിരുന്നാലും വേറെ നിവർത്തിയില്ലല്ലോ. എല്ലാവരോടും പറഞ്ഞു ചിത്ര ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു മാമ ഞാൻ തരാം, വല്യച്ഛ ഞാൻ തരാം എന്ന് പറഞ്ഞ് എവിടെ കറങ്ങി ഒരു 2-3 ദിവസം കൊണ്ടാണ് 6 ലക്ഷം രൂപ എനിക്ക് അച്ഛന് ഇവിടുന്ന് എൻ്റെ അക്കൗണ്ടിൽ ഇട്ട് തരുന്നത്. അതേസമയം എന്നെ കോളേജിൽ കാണാത്തത് കൊണ്ട് ഒരു ഇംഗ്ലീഷുകാരനാണ് എൻ്റെ കൂടെ പഠിക്കുന്ന സഹപാഠി എന്നെ വിളിച്ചിട്ട് ചോദിച്ചു ചിത്ര എന്താ വരാത്തത് എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ഫീസ് അടയ്ക്കാത്തത് ഞാൻ പറഞ്ഞില്ല, കൈ വയ്യ, അതുകൊണ്ട് എനിക്ക് ക്ലാസ്സിൽ വരാൻ പറ്റില്ല. അപ്പം എന്നോട് പറഞ്ഞു വന്നിരിക്കാമല്ലോ, എന്തുകൊണ്ട് വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു വളരെ വിഷമത്തോടെയാണെങ്കിലും ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ഫീസ് അടയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് ID ബ്ലോക്കാണ്, അതും കൊണ്ടും കൂടിയാണ് വരാത്തത്, വന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു ഞാനൊന്ന് നോക്കട്ടെ ചിത്രേൻ്റെ കയ്യിൽ എത്ര രൂപയുണ്ട്, ഞാനും സഹായിക്കാമെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ അതൊക്കെ ഒരു അത്ഭുതമായിരുന്നു. ഞാൻ അറിയാത്ത ഒരു 2-3 ക്ലാസ്സിൽ മാത്രം ഞാൻ പരിചയപ്പെട്ട വേറെ ഏതോ നാട്ടിലുള്ളൊരു കുട്ടിയാണ്, ഭാഷ പോലും ഒന്നല്ലാന്ന് ഇരുന്നിട്ട് പോലും എന്നോട് പറഞ്ഞത് ഞാൻ നോക്കട്ടെ എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ അതിശയിച്ചു പോയി. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു 1 രൂപയില്ല, പക്ഷേ ഞാൻ ആളടുത്ത് പറഞ്ഞു എൻ്റെ അടുത്ത് ഒരു 3 ലക്ഷം ഉണ്ട്, ബാക്കി എനിക്ക് കണ്ടെത്തണം എന്ന് പറഞ്ഞു. അവസാനം ഫീസ് അടയ്ക്കുന്ന ഡേറ്റ് ആയപ്പോൾ ആളുടെ ശമ്പളത്തിൽ നിന്ന് കിട്ടിയ 1 ലക്ഷം രൂപയാണ് എനിക്ക് തന്നത്. എന്നോട് അത് തിരിച്ചു വേണമെന്ന് പറഞ്ഞിട്ടല്ല തന്നത്, നീ വെച്ചോ എന്ന് പറഞ്ഞിട്ടാണ് തന്നത്. പക്ഷേ ഞാനത് എനിക്ക് തിരിച്ചു കൊടുക്കാനുള്ളതാണ്. അങ്ങനെ അതും എൻ്റെ മാതാവ് എനിക്ക് സാധിച്ചു തന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ജോലിക്ക് പോകുന്നതിൻ്റെ ഇടയിൽ തന്നെ എനിക്ക് 2 വർഷമായി ഞാൻ പോയിട്ട്. 2023 സെപ്റ്റംബർ 28-നാണ് ഞാൻ പോണത്. അപ്പോൾ കഴിഞ്ഞ ഓഗസ്റ്റിൽ എൻ്റെ ബ്രദറും അവരെ മക്കളും വൈഫൊക്കെ ആയിട്ട് നാട്ടിൽ വന്നിരുന്നു. അപ്പോൾ ഇതെൻ്റെ മോനാണ്, എനിക്ക് അവനെ കാണാൻ പറ്റുന്നില്ല, വീട്ടുകാരെയും കാണാൻ പറ്റുന്നില്ല. ഇതുപോലത്തെ സാഹചര്യങ്ങൾ പലതും കടന്നുപോയി, ഒറ്റയ്ക്കായിപ്പോയി, ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എങ്ങനെ വരാൻ പറ്റും എന്നൊന്നും അറിയില്ല, എൻ്റെ കയ്യിൽ പൈസ ഇല്ല, വേറൊന്നുമല്ല കടങ്ങൾ തീർത്തിട്ട് വരാം എന്നുള്ളൊരു ഇതിലാണ് ഞാൻ ഇരിക്കുന്നത്. കാരണം നമ്മൾ വരുമ്പോൾ മറ്റുള്ള ആൾക്കാർ കടക്കാർ ചോദിക്കുമ്പോൾ അവരുടെ മുന്നിൽ മോശപ്പെടരുതല്ലോ എന്നുള്ള രീതിയിലാണ് ഞാൻ അങ്ങനെ നിന്നത്. പക്ഷേ എനിക്കറിയില്ല, എനിക്ക് എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു നീ വിഷമിക്കണ്ട, ടിക്കറ്റ് എടുക്കാനുള്ള പൈസ ഞാൻ തരാം. എൻ്റെ ബ്രദർ ഓൾറെഡി എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു നീ വിഷമിക്കണ്ട, നിനക്ക് ടിക്കറ്റ് എടുക്കാനുള്ള പൈസ ഞാൻ തരാം, നീ വന്നാൽ മതി എന്ന്. പക്ഷേ അവനും അവൻ്റെ ബുദ്ധിമുട്ടുകളിലാണ്. എനിക്ക് ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ അങ്ങനെ വിഷമിച്ചിട്ടാണ് ഞാൻ ഇരുന്നത്. ആ സമയത്താണ് എനിക്ക് അങ്ങനെ ടിക്കറ്റ് എടുക്കാനൊരു സാഹചര്യം കിട്ടി. എൻ്റെ റൂമിൻ്റെ റെൻറ്റ് തൽക്കാലത്തേക്ക് മാറ്റി വയ്ക്കാൻ എനിക്കൊരു അവസരം കിട്ടി. എന്നോട് പറഞ്ഞു നീ വന്നതിന് ശേഷം റെൻറ്റ് തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അതെല്ലാം കൂടെ ചൊരുക്കൂട്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നത്. ശരിക്കും ഞാൻ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത്. കൃത്യം 2 വർഷം തികയുന്ന അന്ന് 2025 സെപ്റ്റംബർ 28-ാണ് ഞാൻ തിരിച്ചവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത്. 20 ദിവസത്തെ ലീവ് ഉള്ളെങ്കിലും ഞാൻ അത്രയും സന്തോഷത്തിലാണ് വന്നത്. അതേപോലെ എനിക്ക് ഇവിടെ ഞാൻ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ എനിക്ക് വേറൊരു അനുഭവം ഉണ്ടായി. വിസയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ. അതെനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇത്രയും ദിവസങ്ങൾക്കിടയിൽ നടന്ന ഏറ്റവും വലിയൊരു അത്ഭുതമാണ് എനിക്കിനി പറയാനുള്ളത്. ഞാൻ വിസയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തപ്പോൾ അതിൻ്റെ ഡേറ്റുകളെല്ലാം കഴിഞ്ഞു പോയി. 2024 നവംബർ തൊട്ടിട്ട് ഞാനത് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഫോണ് അഡ്വാൻസ്ഡ് ഫോണല്ല, ഞാൻ വേറെ ആൾക്കാരുടെ ഹെൽപ്പോട് കൂടിയിട്ട് ചെയ്യുന്നുണ്ട്. എല്ലാം റിജക്ഷനായിരുന്നു വന്നത്. ഞാനും ശ്രമിച്ചു, എനിക്കും റിജക്ഷനാണ് വന്നത്. എന്ത് ചെയ്യണമെന്ന് അറിയില്ല, എൻ്റെ ടെൻഷൻ കൂടി. അതിൻ്റെ ഡേറ്റ് മാറ്റി കിട്ടിയെങ്കിൽ പോലും എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല. അവസാന നിമിഷത്തിലാണ് ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞത്, മാതാവേ എനിക്ക് വേറെ ആരോടും ഇനി ഇത് ചെയ്യാൻ പറയാൻ അറിയില്ല, എനിക്കും ചെയ്യാൻ അറിയില്ല, ഞാൻ മാതാവിനെ ഏൽപ്പിക്കുകയാണെന്ന് പറഞ്ഞു. അറിയാവുന്നത് വിശ്വാസപ്രമാണമാണ്. ഞാൻ പറഞ്ഞു 33 തവണ ഞാനത് ചൊല്ലിക്കോളാം, മാതാവ് ഏറ്റെടുത്തോളണേന്ന് പറഞ്ഞു. മുട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ നടുവേദന വരും എനിക്ക്. അപ്പം ഞാൻ ബെഡിൽ ചമ്രം പടിഞ്ഞിരുന്നിട്ടാണ് ഞാൻ ചൊല്ലുന്നത്. കണ്ണടച്ചാൽ എനിക്ക് എണ്ണം തെറ്റിപ്പോകും, ഞാൻ അതുകൊണ്ട് കണ്ണ് തുറന്നാണ് ചൊല്ലുന്നത്. പക്ഷെ ഒരു 10 എണ്ണം ചൊല്ലിക്കഴിഞ്ഞപ്പോൾ എന്നോട് ആരോ പറയുന്നു കണ്ണടയ്ക്കാൻ പറഞ്ഞു. ഞാൻ കണ്ണടച്ചു. ഒരു 20 ആയപ്പോൾ എന്നോട് പറയുന്നുണ്ട് നീ മുട്ടിൽ നിൽക്കുമെന്ന് പറയുന്നുണ്ട്. ഞാൻ മുട്ടിൽ നിന്നു. പിന്നെ ഞാൻ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. 30 കഴിഞ്ഞൊരു 31 ആയപ്പോൾ
എൻ്റെ വലത് ഭാഗത്ത് റൂമിൻ്റെ ഒരു കോണിൽ വലിയൊരു രൂപം, മാതാവിൻ്റെ ഉടുപ്പിട്ട് ആ അതേ ഗ്രേ കളറിൽ ഒരു വലിയൊരു രൂപം എൻ്റെ റൂമും കഴിഞ്ഞ് ആകാശം മുട്ടെ പോയൊരു ഫീൽ എനിക്ക് വന്നു. അപ്പം ഞാൻ ബാക്കിയെല്ലാം ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ആ 33 തവണയും ചൊല്ലിയപ്പം അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് അത് മാതാവ് വന്ന് നിൽക്കുകയാണ്. എന്നിട്ട് എനിക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ആ റൂമിൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞു രൂപം എന്നെ നോക്കി നിൽക്കുന്നു. ഞാൻ കണ്ണ് തുറന്നിട്ടില്ല, പക്ഷെ ഞാൻ അങ്ങനെ ഇരുന്ന് എൻ്റെ കൈ കൊണ്ട് കെട്ടിപ്പിടിച്ച് ഞാൻ കുറേ കരഞ്ഞു. ഞാൻ ആ രൂപത്തിൽ മാതാവിൻ്റെ പാദം തൊട്ട് മുട്ട് വരെ എനിക്ക് കാണാൻ പറ്റുന്നുള്ളൂ. പക്ഷെ ഞാൻ ആ ഉടുപ്പിൽ കെട്ടിപ്പിടിച്ച് ഞാൻ ഒരുപാട് കരഞ്ഞു. ഒരു 5 മിനിറ്റ് ഞാൻ കരഞ്ഞതിന് ശേഷം ഞാൻ അവിടെ ഇരുന്നു. ഞാൻ വേറെ ഒന്നും ചെയ്തില്ല. ആ കരഞ്ഞ അതേ രൂപത്തിൽ തന്നെ ഞാൻ ആ ഇ-വിസ ചെയ്തു. 1 മിനിറ്റ് പോലും എനിക്ക് എടുക്കേണ്ടി വന്നില്ല. 5 മാസം കൊണ്ട് ഞാൻ ശ്രമിച്ചിട്ട്, നിസ്സാരമാണത് ചെയ്യാൻ, പക്ഷെ 5 മാസം കൊണ്ട് ഞാൻ ശ്രമിച്ചിട്ട് എനിക്ക് റിജക്ഷൻ വന്നത് 1 മിനിറ്റ് പോലും എടുക്കാതെ എല്ലാം ചെയ്തു. ഞാൻ ആ കരഞ്ഞ അതേ ഫോട്ടോ ആണ് ഞാൻ അതിൽ അപ്ലോഡ് ചെയ്തത്. ഞാനതിപ്പോഴും മാറ്റിയിട്ടില്ല. അങ്ങനെ എനിക്ക് മാതാവിൻ്റെ അത്രയും വലിയൊരു അനുഗ്രഹം കിട്ടി. ഇപ്പോഴും അതിനുശേഷം ഈ നിമിഷം വരേക്കും ഞാൻ മാതാവിനെ എപ്പോൾ ചിന്തിക്കുന്നോ എനിക്ക് ആ രൂപം എൻ്റെ മുന്നിൽ വലത് സൈഡിൽ വരുന്നുണ്ട്. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് എൻ്റെ വലത് കൈ പിടിച്ചിട്ട് മുന്നോട്ട് പോകണേ എന്നുള്ളത്. അത് കേട്ടിട്ടാവണം എനിക്കറിയില്ല, ഇപ്പോഴും എനിക്ക് ആ ഒരു പ്രസൻസ് എൻ്റെ മുന്നിൽ ഉണ്ടാവാറുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. കാരുണ്യ പ്രവർത്തനം ഞാൻ ചെയ്തിട്ടുള്ളത്, അവിടെ ഭക്ഷണം കിട്ടാതെ കുറേ ആൾക്കാർ പുറത്തു കൂടെ നടക്കാറുണ്ട്. ഞാൻ ലണ്ടനിലാണ്. അപ്പോൾ ഒരുപാടൊന്നും ആളുകളെ കാണില്ല, പക്ഷെ ഞാൻ കാണുന്ന ആളുകൾക്കെല്ലാം എന്നെ കൊണ്ട് പറ്റുന്ന ഒരു നേരത്തെ ഭക്ഷണമാണെങ്കിലും കാപ്പിയാണെങ്കിലും ഞാൻ വാങ്ങിക്കൊടുക്കാറുണ്ട്. പിന്നെ ഇവിടെ അഗതികളായിട്ട് താമസിക്കുന്ന ആളുകളൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ ഞാൻ പൈസ കൊടുത്തിട്ട് അവർക്ക് ഭക്ഷണമായിട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പൈസ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ പത്രം ഇവിടുന്ന് പോകുന്നതിൻ്റെ മുന്നേ ഓട്ടോ സ്റ്റാൻഡുകളിലും പുറത്ത് എല്ലാ സ്ഥലങ്ങളിലും മാതാവിനെ കുറിച്ച് പറഞ്ഞ് കൊടുത്ത് അതെല്ലാം തീർത്തതിന് ശേഷമാണ് ഞാൻ ഇവിടുന്ന് പോയത്. അച്ഛൻ്റെ ബ്ലെസ്സിങ്ങും വാങ്ങിച്ചിട്ടാണ് ഞാൻ ഇവിടുന്ന് പോയത്. ഞാൻ എവിടെയും തളർന്നിട്ടില്ല. എന്നെ താങ്ങി മാതാവ്. അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് സോഫി. ഞാൻ ട്രിവാൻഡ്രത്തു നിന്നാണ് വരുന്നത്. ഞാൻ 27/7/2025 ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുക്കാൻ വേണ്ടി തന്നെ എൻ്റെ അമ്മ മാതാവ് എന്നെ ഇവിടെ എത്തിച്ചതാണ്. കാര്യം എനിക്ക് 10 വർഷമായിട്ട് മൈഗ്രെയിൻ്റെ തലവേദന ഉള്ളതാണ്. അപ്പം മെയ് മാസം ആയ സമയത്ത് എനിക്ക് 10 ദിവസം അടുപ്പിച്ച് ഭയങ്കര തലവേദന. എല്ലാ ദിവസവും ഹോസ്പിറ്റലിൽ പോകുന്നു, ഇഞ്ചക്ഷൻ എടുക്കുന്നു. അതുപോലെ തന്നെ BP, ഹൈ BP എനിക്ക് ഒട്ടും പറ്റാത്ത അവസ്ഥയാണ്. ലാസ്റ്റ് ഡോക്ടർ എന്നെ 10ാമത്തെ ദിവസം CT സ്കാൻ എടുക്കാൻ പറഞ്ഞു. അങ്ങനെ സ്കാൻ ചെയ്തു. എനിക്ക് തലയിലൊരു മുഴ കണ്ടു. അതിനുശേഷം ന്യൂറോളജിസ്റ്റിനെ കാണാൻ പറഞ്ഞു. അങ്ങനെ MRI സ്കാൻ എടുക്കാൻ പറഞ്ഞയച്ചു. ഞാൻ അവിടെ കണ്ടപ്പോൾ എനിക്ക് തലവേദന കാരണം ഞാൻ അവിടെ കിടന്ന് കരയുക. ഡോക്ടറോട് പറഞ്ഞു എനിക്ക് എന്തെങ്കിലും പെയിൻ കില്ലർ എനിക്ക് പറ്റുന്നില്ല, ഓൾറെഡി ഞാൻ കഴിച്ചേക്കുക, അതിൻ്റെ എഫക്റ്റ് ഉള്ളതുകൊണ്ട് അവർക്ക് എനിക്ക് തരാൻ പറ്റില്ല. അവിടുന്ന് എന്നെ MRI സ്കാനിന് കയറ്റി. ഞാൻ മാതാവിനെ മുറുകെ പിടിച്ചു. കാര്യം ഓൾറെഡി തലവേദനയുണ്ട്, അതിൻ്റെ അകത്ത് ഭയങ്കര സൗണ്ടായിരിക്കും, എനിക്കത് സഹിക്കാൻ പറ്റുമോ ഒന്നും എനിക്കറിയത്തില്ല. അങ്ങനെ MRI സ്കാൻ സമയത്ത് 45 മിനിറ്റ്സ് അതിനെടുക്കുമല്ലോ. അപ്പോൾ ഞാൻ അതിനകത്തിരുന്ന് പ്രാർത്ഥിക്കുക. ആ 45 മിനിറ്റും ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കുക, മാതാവേ റിപ്പോർട്ട് വരുമ്പോൾ അതിൽ എനിക്കൊന്നും കാണിക്കല്ലേ, ഞാൻ വന്ന് സാക്ഷ്യം പറയും. ഇത് തന്നെയാണ് ഞാൻ ആ ഫുൾ ടൈം പറയുന്നത്. ഞാൻ കരയുന്നുണ്ട് നന്നായിട്ട്. തലവേദന കാരണമോ കരയുന്നതെങ്കിൽ എൻ്റെ മക്കളെ ഓർത്താണ് ഞാൻ കരയുന്നത്. അങ്ങനെ സ്കാനിങ് കഴിഞ്ഞു. മാതാവിനോട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, മാതാവ് റിപ്പോർട്ടിൽ എനിക്ക് റിസൾട്ട് കിട്ടും, എനിക്കതിലൊന്നും കാണില്ല, ഞാൻ സാക്ഷ്യം വന്ന് പറയും. അപ്പോഴും ഞാൻ കൃപാസനത്ത് വന്നിട്ടില്ല. ഞാൻ മാതാവിനോട് എപ്പോഴും പ്രാർത്ഥിക്കും, കൊന്ത പറയും. മാതാവിന് ഭയങ്കര ഇഷ്ടമാണ്, കൂടുതൽ ഇഷ്ടമാണ്. എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് മാതാവിൻ്റെ അടുത്ത്. ഇപ്പോൾ കൃപാസനത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഈ സാക്ഷ്യം പറയുന്നത് ഞാൻ എപ്പോഴും സാക്ഷ്യങ്ങൾ കേൾക്കാറുണ്ട്. അപ്പോൾ എനിക്കും അതിനൊരു അവസരം ഒരുക്കി തരണേന്നാണ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ ആ 45 മിനിറ്റിന് ശേഷം എനിക്ക് MRI സ്കാനിങ് റിപ്പോർട്ട് വന്നു. എനിക്ക് സ്കാനിങ്ങിന് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇപ്പോൾ CT സ്കാൻ എടുത്തത് ട്രാവൻകൂറിലാണ്. അപ്പം അതിൽ മുഴയുണ്ട്, MRI സ്കാനിങ്ങിൽ ഒന്നുമില്ല. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു ഓക്കെ നമുക്ക് CT സ്കാൻ ഒന്നുകൂടി എടുക്കാം, നമുക്ക് നോക്കാം. അങ്ങനെ എന്നെ ഒന്നുകൂടി CT സ്കാൻ എടുക്കാൻ കൊണ്ടുപോയി. അപ്പോഴും എനിക്കൊന്നുമില്ല. എനിക്ക് സത്യത്തിൽ അത് വിശ്വസിക്കാൻ പറ്റിയില്ല. ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഞാൻ ഇവരോടൊന്നും ആരോടും ഒന്നും പറഞ്ഞില്ലായിരുന്നു.
പ്രാർത്ഥിച്ച് അവിടെ ഒരു 3 മണിക്കൂർ സ്പെൻഡ് ചെയ്ത് ഞാൻ നോർമലായിട്ട് ഞാൻ വീട്ടിൽ വന്നു. സാധാരണ ഒരാൾക്കാർ എങ്ങനെയാണ് വീട്ടിൽ വരുന്നത് അതുപോലെ എനിക്ക് ഒന്നുമില്ല. ഞാൻ ആ രാവിലെ മുതൽ അനുഭവിച്ച വേദന എനിക്ക് അറിയുള്ളൂ. വേദന കാരണം ഞാൻ അവിടെ കിടന്ന് ഒരു അസഹ്യം കാര്യം എന്നെ കാണുമ്പോൾ തന്നെ ഡെഡ് ബോഡി ആകും എന്നുള്ളൊരവസ്ഥയായിരുന്നു. എൻ്റെ ഫാമിലിക്കൊന്നും അത് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ആ 45 മിനിറ്റ്സിന് ശേഷം എനിക്കൊരു അത്ഭുതം സംഭവിച്ചതുപോലെ MRI സ്കാനിങ്ങിലൊന്നുമില്ല, CT സ്കാനിലൊന്നുമില്ല. ഡോക്ടേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യുമോ എന്ത് ചെയ്യാൻ. ന്യൂറോളജിസ്റ്റിലെ സ്പെഷ്യലിസ്റ്റ് എല്ലാവരും വന്ന് നിൽപ്പുണ്ട്. ഒരു കുഴപ്പവുമില്ല, വീട്ടിൽ പോയിക്കോ, ടാബ്ലറ്റ്സ് തന്നു, മൈഗ്രെയിൻ്റെത് കഴിച്ചോളാൻ പറഞ്ഞു. ഞാൻ വീട്ടിൽ വന്നു. എനിക്ക് അതിനുശേഷം തലവേദന വന്നിട്ടില്ല എന്ന് പറയുന്നില്ല. ഒത്തിരി നമുക്ക് വർക്ക് ഇഷ്യൂസും ഇച്ചായൻ്റെ ഓഫീസിൽ ടെൻഷനൊക്കെ വിളിച്ച് പറയുമ്പം ആ ഒരു തലവേദന അല്ലാതെ ഞാൻ അനുഭവിച്ച വേദന എനിക്ക് ഇതുവരെയ്ക്കും വന്നിട്ടില്ല. എനിക്ക് പൂർണ്ണമായിട്ട് അത് മാറി. അതിനുശേഷമാണ് ഞാൻ ജൂലൈ 27 ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് മക്കളുമായിട്ട്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് 13 വർഷമായിട്ട് ഗൾഫിലാണ്. 2 പെൺകുട്ടികളായിട്ട് ഞാൻ ഒറ്റയ്ക്ക് ഈ നാട്ടിൽ. അപ്പോൾ എനിക്ക് ഫാമിലിയായിട്ട് ഒന്നിച്ച് നിൽക്കണം. മക്കൾ വളർന്നു വരുന്നു. എന്തെങ്കിലും മാതാവ് എനിക്ക് നടത്തി തരണേ, എനിക്ക് ഫാമിലിയായിട്ട് ഒന്നിച്ച് ദുബായിൽ പോകണം എന്നൊക്കെയാണ് ഞാൻ ഒന്നാമത്തെ ഉടമ്പടി ഞാൻ വയ്ക്കുന്നത്. 27/7 ഞാൻ ഉടമ്പടി എടുത്തു. ബാക്കി 6 ഉടമ്പടിയും പൂർത്തിയാക്കി ഞാൻ വീട്ടിൽ പോയി. എല്ലാ ദിവസവും പ്രാർത്ഥിക്കും. എല്ലാ ദിവസവും ഇവിടുന്ന് തരുന്ന സമയത്ത് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല. 1 മണി 2 മണി ആ സമയത്ത് എനിക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ എണീറ്റിരുന്ന് പ്രാർത്ഥിക്കും. പക്ഷേ പ്രാർത്ഥന പറഞ്ഞിട്ടേ കിടക്കാറുള്ളൂ. അങ്ങനെ മക്കൾ വന്നാലും ഇല്ലെങ്കിലും ഞാനിരുന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ ഉടമ്പടി ഇപ്പോൾ പൂർത്തിയാകാൻ വേണ്ടി ഇപ്പോൾ ഒരു 10 ദിവസമായപ്പോൾ മാതാവിനോട് പറയുക, ഞാൻ ഉടമ്പടി എനിക്ക് പൂർത്തിയാകാൻ പോവുക 27 എനിക്ക് മാതാവെ ഒന്നും സാധിച്ചു കിട്ടിയില്ലല്ലോ. എനിക്ക് ഒന്നാമത്തെ ഉടമ്പടി നടക്കണമെങ്കിൽ ഇനി എന്തെങ്കിലും ഒരു മിറാക്കിൾ സംഭവിക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇച്ചാൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എനിക്ക് മക്കളെ അങ്ങോട്ട് വരണം. അതിൻ്റെ പല തടസ്സങ്ങളും ഉണ്ടായിട്ടും ഇച്ചാൻ അതിൻ്റെ കാര്യങ്ങളും പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എങ്കിലും പല ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും ഉണ്ടായെങ്കിലും ഈ പോയ കുറച്ച് നാൾക്ക് മുമ്പ് ഇച്ചാൻ എനിക്ക് മെസ്സേജ് ഇട്ടു, നീ മൊബൈൽ എടുത്ത് നോക്കിയില്ലേ, വാട്സപ്പ് നോക്ക്. ഞാൻ അന്നത്തെ ദിവസം എന്തോ മൊബൈൽ എടുത്തില്ല. ഇച്ചാൻ വിളിച്ച് പറഞ്ഞിട്ടാണ് ഞാൻ മൊബൈൽ നോക്കുന്നത്. നോക്കിയപ്പോൾ എനിക്ക് ഉടമ്പടി പൂർത്തിയാകുന്ന അന്നത്തെ ദിവസം എനിക്ക് ടിക്കറ്റ് കിട്ടി. എനിക്ക് സത്യത്തിൽ അത് വിശ്വസിക്കാൻ പറ്റിയില്ല. ഇത്രയും വിഷമം വരാൻ കാര്യം ഞാനിത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എനിക്ക് മിറാക്കിളായിട്ട് എനിക്ക് കിട്ടിയതാ കാര്യം. ഞാൻ നെക്സ്റ്റ് അക്കാദമി പിള്ളേർ പൂർത്തിയാകുമ്പോൾ അങ്ങോട്ട് ചെല്ലാനായിരുന്നു. മാതാവ് എനിക്കത് പെട്ടെന്ന് സാധിച്ചു തന്നു. വിഷമിക്കുന്ന കാരണം 27 എനിക്ക് ഉടമ്പടി പൂർത്തിയാകുന്ന ദിവസം ഞങ്ങൾ ഫാമിലിയായിട്ട് ദുബായിലിരിക്കുമോ. എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യമോ. കാര്യം ഞാൻ അവിടെ എന്തൊക്കെയോ സംഭവിച്ചു. കാര്യം ഇച്ചായന് പേപ്പർ വർക്കൊന്നും ശരിയായില്ലായിരുന്നു. അവിടെ മാതാവ് ഇടപെട്ടു ഞങ്ങൾക്ക് വേണ്ടി. കാര്യം എനിക്ക് ഒറ്റയ്ക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. എനിക്ക് ഫാമിലിയായിട്ട് നിൽക്കണം. ഞാൻ ഈ 2 പിള്ളേരായിട്ട് ഒറ്റയ്ക്ക് എങ്ങനെയാണ് ഇവിടെ. എപ്പോഴും മാതാവിനോട് ഞാൻ സങ്കടം പറയുന്നതാണ്. എനിക്ക് ആ ടിക്കറ്റ് കണ്ട അപ്പം മുതൽ എനിക്ക് ഭയങ്കര ഷിവറിങ് ആയിരുന്നു. കാര്യം 27 എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര മിറാക്കിൾ പോലെ. കാര്യം ഞാൻ 27 ഉടമ്പടി എടുത്തത്. 27 നീ ഫാമിലിയായിട്ട് ഞാൻ ദുബായിൽ ലാൻഡ് ചെയ്യുക. എൻ്റെ അടുത്ത് ടിക്കറ്റ് കണ്ടിട്ട് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഫാമിലി മെമ്പേഴ്സിൽ ഞാൻ എൻ്റെ സിസ്റ്ററിനെ മാത്രം വിളിച്ച് പറഞ്ഞു. എനിക്ക് പറ്റാത്ത അവസ്ഥയായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത സമയത്ത് നമുക്ക് തൈലവും ഉപ്പും തരും. എൻ്റെ 2ാമത്തെ മോൾക്ക് ഒരു 4 വർഷം കൊണ്ട് ചുണ്ട് ഭയങ്കര ഉണങ്ങി വരേണ്ട ഒരു വ്രണൻ ടൈപ്പായിരുന്നു. പക്ഷെ അവൾക്ക് വൈറ്റമിൻസിൻ്റെ കുറവോ അങ്ങനെ ഒന്നുമില്ല. കാണുമ്പോൾ നോർമലായിട്ടിരിക്കും. കുട്ടികളൊക്കെ കളിയാക്കി നിന്ന് വീട്ടിൽ വന്ന് എപ്പോഴും പറയും ഞാൻ കുഴപ്പമില്ല എന്ന് പറയും. പക്ഷേ ഉടമ്പടി തലി ഇവിടെ നിന്ന് കിട്ടിയിട്ട് ഞാൻ ആദ്യം അതൊന്നും എടുക്കില്ലായിരുന്നു. തീർന്നു പോകും എന്നോർത്തിട്ട് ഞാൻ മാറ്റി വയ്ക്കും എപ്പോഴും. പിന്നെ മോൾക്ക് ബ്ലഡും അതൊക്കെ വരുന്നത് കണ്ടിട്ട് ഞാൻ അതൊന്ന് കുറച്ചെടുത്ത് തേച്ചു, നന്നായിട്ട് തേച്ചു. അവൾക്ക് അതും വിശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ട്. കാര്യം അവിടെ ചുണ്ട് ഇപ്പം സാധാരണ പിങ്ക് കളറിൽ നല്ല രസമായിട്ട് ഇരിപ്പുണ്ട്. അപ്പം അതും എനിക്കിവിടെ സാക്ഷിയായിട്ട് പറയുന്നതെന്ന് വെച്ചാൽ അമ്മോളുടെ ലിപ്പ് വന്നിട്ട് ഇങ്ങനെ അല്ലായിരുന്നു. ഓരോരുത്തർ ഇവിടെ വന്ന് സാക്ഷ്യം പറയുമ്പോൾ നമ്മൾ ഓർക്കും ഇവരൊക്കെ എഴുതി വെച്ചിട്ട് വന്ന് പറയുന്നതാണോ, നമുക്ക് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ എന്നൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്.
പക്ഷേ ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതാണ്. മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിച്ചാൽ, നമ്മൾ മാതാവിനെ മുറുകെ പിടിച്ചാൽ മാതാവ് നമ്മൾ കൈവിടത്തില്ല. എൻ്റെ ഇച്ചായന് ഓഫീസിൽ 50 പേരുണ്ട്. 50 പേരിൽ ഓരോരുത്തരെ ഓരോ ദിവസം ടെർമിനേറ്റ് ചെയ്ത് വിടുന്ന സമയത്തൊക്കെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കും. ഇച്ചായൻ എന്നോട് വിളിച്ച് പറയും, ഇന്നാൾ പോയി. ഞാൻ പറയും, പേടിക്കേണ്ട, മാതാവുണ്ട്. ഇത് മാത്രമല്ലാതെ വേറൊന്നും എനിക്ക് പുള്ളിയോട് പറയാൻ പറ്റില്ല. മാതാവുണ്ട്, മാതാവ് ശരിയാക്കും. ഈ വിസ പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴും പുള്ളി പറയും നടക്കില്ല, എന്തൊക്കെയോ പ്രശ്നങ്ങൾ. ഞാൻ മാതാവുണ്ട്, മാതാവ് നമുക്ക് നടത്തി തരും. ഞാൻ പ്രാർത്ഥിച്ചിട്ട് തുടങ്ങുക. പുള്ളിയോട് അങ്ങനെ പറഞ്ഞാലും ഞാൻ ചെന്ന് വിശ്വാസ പ്രമാണം പറഞ്ഞ് പ്രാർത്ഥിക്കും. ഞങ്ങൾക്ക് മാതാവ് എല്ലാം നടത്തി തന്നു. മാതാവിന് നന്ദി, 1000 നന്ദി. പ്രേക്ഷിത പ്രവർത്തനം എനിക്ക് കൂടുതലായിട്ടൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും ഞാൻ ഇവിടെ നിന്ന് കിട്ടിയ കൃപാസനത്തിലെ പത്രം നമ്മുടെ വെട്ടുകാട് ചർച്ച്, ട്രിവാൻഡ്രം വെട്ടുകാട് ചർച്ചിലുള്ള എല്ലാവർക്കും ഞാൻ കൊണ്ട് കൊടുത്ത്, അതുപോലെ തന്നെ അച്ഛൻ്റെ ധ്യാനം ഞാൻ പങ്കെടുത്ത് പ്രാർത്ഥിക്കാറുണ്ട്. സമയം കിട്ടുമ്പോഴൊക്കെ കയറും, അത് ഷെയർ ചെയ്ത് എല്ലാവർക്കും കൊടുക്കാറുണ്ട്. ഇനിയും ഞാൻ കൂടുതലായിട്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നതാണ്. ഈശോയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. ആദ്യമായി പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുകയാണ്. എൻ്റെ പേര് ലൈസ അജീഷ്, ഇതെൻ്റെ ഹസ്ബൻഡ് അജീഷ്, മോള് ഇവാന, ഒരു മോനുണ്ട്. ഞങ്ങൾ കണ്ണൂർ ജില്ല നെല്ലിക്കാംപോയി ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഇറ്റലിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ 2020 ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുത്തത്. കഴിഞ്ഞ വർഷം ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞു. മോള് ഉണ്ടായി, എൻ്റെ 17 വർഷം കൂടി അവൾ മോളുണ്ടായി. എൻ്റെ സാക്ഷ്യം ഞാനിവിടെ പറഞ്ഞതാണ്. ഈ പ്രാവശ്യം എനിക്ക് മാതാവ് ഒത്തിരി അനുഗ്രഹങ്ങൾ വാരിക്കോരി തന്നിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ വരാൻ കാരണം ഇമ്പോർട്ടൻ്റ് അഖണ്ഡ ജപമാലയിൽ പങ്കെടുക്കാനാണ്. ഞാൻ ഇന്നലെയാണ് ഇവിടെ എത്തിയത്. ആ കൂട്ടത്തിൽ സാക്ഷ്യവും പറയണം, ഉടമ്പടി പുതുക്കണം. ആദ്യമായിട്ട് എനിക്ക് കിട്ടിയ സാക്ഷ്യം, 8 മാസം മുൻപ് ഞാൻ ഇവർക്ക് വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. സാധാരണ അവിടെ 1.5 വർഷം കഴിയാതെ ഒരിക്കലും നമുക്ക് വിസ അടിച്ച് കിട്ടില്ല ഇറ്റലിയിൽ. ഇപ്പം അങ്ങനെയാണ്. ഞാൻ എന്നും 1000 മണി ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് ഈ നിയോഗം സമർപ്പിച്ച്, കാരണം കുടുംബത്തോടൊപ്പം ഒന്നിച്ച് ജീവിക്കണം, അതൊരു വലിയ ആഗ്രഹമായിരുന്നു. ഞാൻ ആ ജപമാലയിൽ ഓരോ ജപമാല മണി ചെല്ലുമ്പോഴും എന്നെപ്പോലെ വിഷമിക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ പ്രാർത്ഥിച്ച് തിങ്കളാഴ്ച, അതായത് മിനിങ്ങാന്ന് ഉച്ചയ്ക്ക് 12 മണിയായപ്പോഴാണ് ഇവരുടെ വിസ എൻ്റെ കയ്യിൽ കിട്ടുന്നത്. ചൊവ്വാഴ്ച രാവിലെ ഞാൻ അവിടുന്ന് പോന്നു. അത് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ, ഭയങ്കര ഒരു അത്ഭുതം തന്നെയാണത്. സാധാരണ കിട്ടാത്തൊരു സംഭവമാണ് അത്. ഞാൻ ആ ചെന്ന ഓഫീസിൽ അവരും പറഞ്ഞു ഇതൊരു ഭയങ്കര ഒരു അത്ഭുതമാണ്, മിറാക്കിളാണ് കിട്ടിയത്. അതിന് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുകയാണ്. രണ്ടാമത്തെ സാക്ഷ്യം, എനിക്ക് മെയ് മാസം പീരീഡായ ശേഷം ബ്ലഡ് നിൽക്കുന്നില്ല, ഓവർ ബ്ലീഡിങ്, 35 ദിവസം കണ്ടിന്യൂ ബ്ലീഡിങ് ആണ്. ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു യൂട്രസിന് പ്രശ്നമൊന്നുമില്ല, മരുന്ന് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ മരുന്ന് കഴിച്ചില്ല. പരിശുദ്ധ അമ്മയുടെ വിശുദ്ധ തൈലം വയറേ തൂത്ത് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. പിന്നെ ഇവരോടൊക്കെ വിളിച്ചു പറഞ്ഞ് ഇവരെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ 36-ാം ദിവസം ഞാനെന്നാൽ എല്ലാവരും എന്നോട് പറഞ്ഞു ഡോക്ടറെ പോയി ഒന്നുകൂടെ കാണാൻ. ഞാൻ പിന്നെ എൻ്റെ ഡോക്ടറെ പോയി കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ബ്ലീഡിങ് നിൽക്കാനുള്ള മരുന്ന് തരാം, 3 ദിവസം കഴിക്കണം. അന്ന് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ഒരു ദിവസമായിരുന്നു അവിടുത്തെ പള്ളിയിൽ. അപ്പം ഞാൻ പള്ളി തുറന്ന് കിടക്കുന്നു. അപ്പം ഞാനെന്നാൽ ഈശോയുടെ അടുത്ത് പോയി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് മരുന്ന് മേടിക്കാം. അങ്ങനെ ഞാൻ ഈശോയുടെ അടുത്ത് പോയി പ്രാർത്ഥിച്ചു. അപ്പം ഞാൻ ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത്, ഈശോയെ, രക്തസ്രാവക്കാരി സ്ത്രീ ഈശോയുടെ ഒറിജിനൽ ഈശോയിനെയാണ് തൊട്ടത്, പക്ഷേ ഇത് നീ ഒരു രൂപം മാത്രമാണ് എൻ്റെ മുന്നിൽ. പക്ഷെ ഞാൻ വിശ്വസിക്കുകയാണ് നീ ഒറിജിനലായിട്ട് എൻ്റെ മുന്നിൽ നിൽക്കുകയാണ്. ഞാൻ അങ്ങനെ ഈശോയുടെ ഉടുപ്പിൻ്റെ വിളമ്പിൽ തൊട്ട് കാലയിലും തൊട്ട് ഞാൻ കരഞ്ഞ് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. ഞാൻ തിരിച്ച് വീട്ടിൽ ചെന്ന് ഒരു 2 മണിക്കൂറിന് ശേഷം ഞാൻ ടോയ്ലറ്റിൽ പോയി. ഒരു തുള്ളി ബ്ലഡ് പോലും പിന്നെ എനിക്ക് വന്നിട്ടില്ല. ഇത്രയും നാളും ഈ ദിവസം വരെ നോർമൽ പീരീഡ് തന്നെയായിട്ട് പോകുന്നു. അത് കാരണം ഞാൻ ഈ 35 ദിവസം എന്ന് പറഞ്ഞാൽ ഒരു 8 കൂട് പാടെങ്കിലും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെയായിരുന്നു എനിക്ക് ബ്ലീഡിങ്. അത് ഈശോയും പരിശുദ്ധമ്മയും ചേർന്ന് എനിക്ക് സൗഖ്യം തന്നതാണെന്ന് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു.
അതിന് അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുകയാണ്. അതുകൂടാതെ ഒരു 2 മാസം മുൻപേ എനിക്ക് ഡോക്ടർ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു തൈറോയിഡിന് ചെറിയ ആരംഭം ഉണ്ടെന്ന് പറയും. കാരണം ഞാൻ ക്ഷീണിച്ചു പോവുകയാണ്, എന്ത് കഴിച്ചാലും ക്ഷീണം. അങ്ങനെ ടെസ്റ്റ് ചെയ്തപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞത്. അപ്പം എനിക്കൊരു പേടി, ഇനി തൈറോയിഡിനോ ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കേണ്ടി വരും എന്നൊരു പേടി തോന്നി. ഞാൻ അന്നു മുതൽ അമ്മയുടെ വിശുദ്ധ തൈലവും ഉപ്പും ഞാൻ ഉപയോഗിക്കുന്നു, പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇത്രേ പ്രാർത്ഥിച്ചുള്ളൂ, എന്നെ മരുന്ന് കഴിക്കാൻ അനുവദിക്കരുതേ അമ്മ മാതാവേ എന്ന്. അതുപോലെ തന്നെ ഇങ്ങോട്ട് വരുന്നതിൻ്റെ ഒരാഴ്ച മുന്നേ ഡോക്ടറെ ഒന്നുകൂടെ പോയി കണ്ടു, പരിശോധിച്ചു. ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ല, 6 മാസം കൂടുമ്പം ചെക്കപ്പ് ചെയ്താൽ മതി, മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. അതിനും അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ കോടാനുകോടി നന്ദി പറയുകയാണ്. അതുപോലെ ഞാൻ ഈ പത്രത്തിൽ എഴുതാത്തതാണ്, കഴിഞ്ഞ വർഷം ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി പോയി. അപ്പം ഞാൻ ഇറ്റലിയിൽ 3 വർഷമായിട്ട് ഞാനൊരു വീട് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. കിട്ടുന്നുണ്ട് വീട്, പക്ഷെ നല്ല വീടുകളൊന്നുമല്ല, ഞങ്ങൾക്കത് കിട്ടുന്നുമില്ല. ലാസ്റ്റ് ഞാനിവിടെ ഉടമ്പടി പുതുക്കി തിരിച്ചിറങ്ങി കഴിഞ്ഞപ്പം എനിക്ക് ഇറ്റലിയിൽ നിന്നൊരു കോള്, ഇറ്റാലിയൻസ് തന്നെ എന്നെ വിളിച്ചു പറയുന്നു, നീ വീട് അന്വേഷിക്കുന്നില്ലേ, നിനക്ക് വീട് വേണോ? ഞാൻ പറഞ്ഞു എനിക്ക് വീട് വേണം. അപ്പം പറഞ്ഞു എന്നാൽ ഞങ്ങൾ ബ്ലോക്ക് ചെയ്തിടാം. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇത്രയും നാളും ഒരു 10-25 വീട് ഞങ്ങൾ പോയി കണ്ടിട്ടുണ്ട്. പക്ഷേ അതിലും ഏറ്റവും നല്ലൊരു വീട് മാതാവ് എനിക്കും എൻ്റെ കൂട്ടുകാരി ഞങ്ങൾ ഒന്നിച്ചാണ് വീടെടുത്തത്. അവൾക്കും കൂടെ ഒരു വീട് തന്നു, നല്ല വലിയ 2 ബെഡ്റൂമും നല്ല ക്ലീനായ, ഒന്നും ഞങ്ങൾക്ക് ചെയ്യേണ്ട വന്നില്ല. അങ്ങനെ ഒരു വീട് മാതാവ് ഉടമ്പടി എടുത്ത് ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ കിട്ടിയ വീടാണത്. അത് അമ്മ മാതാവ് തന്ന വീടായിട്ട് തന്നെ ഞങ്ങൾ കരുതുന്നു. അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുകയാണ്. അതുകൂടാതെ കഴിഞ്ഞ വർഷം ഞാനിവിടെ സാക്ഷ്യം പറഞ്ഞപ്പം മറന്നുപോയൊരു സാക്ഷ്യമാണ് ഞാൻ പറയുന്നത്. കാരണം ഞാൻ ജോലി ചെയ്ത വീട്ടിൽ നിൽക്കുമ്പോൾ ബാൽക്കണിയിൽ നിന്നപ്പോൾ എൻ്റെ ഉടമ്പടി കാശുരൂപം താഴോട്ട് പോയി. അപ്പം ഒരു ദിവസം ഫുള്ള് ഞാൻ എല്ലായിടത്തും തപ്പി, പക്ഷെ കിട്ടിയില്ല. അപ്പം ഞാനിങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ കൂട്ടുകാരി എന്നോട് പറഞ്ഞു, ചേച്ചി ഒന്നുകൂടെ പോയി ഉടമ്പടി എടുത്താൽ പുതിയത് കിട്ടും. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല, നമ്മൾക്ക് ആദ്യം എന്താണോ അതാണ് നമുക്ക് വലുത്, അത് നമ്മൾ നഷ്ടപ്പെടാൻ നോക്കരുത്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ മാതാവിനോട് പറഞ്ഞു ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം, അമ്മ എനിക്ക് തരണം. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഞാൻ ബാൽക്കണി പിന്നെയും പോയി നോക്കുകയാണ് താഴോട്ട്. അപ്പോൾ ഒരു നീല കളർ വെട്ടം ഒരു മഴവില്ല് രീതിയിൽ എൻ്റെ കണ്ണിലോട്ടടിച്ചു. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ പറഞ്ഞു ഇല്ല, താഴെ കാശുരവും പോയാൽ കാശുരവും കിട്ടില്ല, കാരണം അതിലെ വണ്ടി പോകുന്ന വഴിയാണ്, വണ്ടി കയറി ഇറങ്ങും. എന്നാലും പിന്നെയും ആ വെട്ടം എൻ്റെ മുഖത്തോട്ടടിച്ചപ്പോൾ ഞാൻ നേരെ താഴോട്ട് പോയി ചെന്ന് നോക്കിയപ്പം ആ കാശുരൂപത്തിനൊന്നും ഒരു കേട് പോലും ഇല്ലാതെ കൊന്തയും കാശുരൂപവും കൂടെ എൻ്റെ കയ്യിലോട്ട് കിട്ടി. ഞാനത് കഴിഞ്ഞ വർഷം പറഞ്ഞില്ല, അമ്മയോട് സോറി പറയുന്നു, ക്ഷമ പറയുന്നു. ഈ കാശുരൂപം എനിക്ക് തിരിച്ചു തന്നതിന് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുകയാണ്. അതുകൂടാതെ എനിക്ക് മെഴുകുതിരിയിൽ ഒത്തിരി അത്ഭുതങ്ങൾ അമ്മയുടെ ഈശോയുടെ രൂപങ്ങളായിട്ടും ഹാർട്ടായിട്ടും പിന്നെ എന്നാ പറയണ്ടേ, മെഴുകുതിരിയിൽ പരിശുദ്ധാത്മാവിൻ്റെ ഞാനിവിടെ കാണിച്ചിരുന്നു ഒരു രൂപം. അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവിൻ്റെ ഈ നീലത്തിരിയിലും പച്ചത്തിരിയിലും എനിക്ക് വന്നിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ഞാൻ ഈ 2-3 മാസമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ ജോലി ചെയ്യുന്ന വീട്ടിൽ ഞാനൊരു അമ്മച്ചിനെയാണ് നോക്കുന്നത്, ഹാൻഡിക്യാപ്റ്റഡായ. അപ്പോൾ പുള്ളിക്കാരിക്ക് എല്ലാ ദിവസവും പള്ളി പോകണം, പള്ളി പോകാതിരിക്കാൻ പറ്റില്ല. അപ്പം അവിടെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എല്ലാ ആഴ്ചയോ ഒരാഴ്ചയോ 7 ദിവസം ഒരു വീട്ടിൽ ഈശോയുടെ രൂപം അല്ലെ വിശുദ്ധ അന്തോനീസ് പുണ്യാളൻ്റെ രൂപം നമുക്ക് തന്നുവിടും. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ എനിക്കൊരു ദിവസം അത് ഈശോ അമ്മയുടെ മകനെ എനിക്കൊന്ന് കിട്ടുമോ, ഒന്ന് തരുമോ എന്ന് ചോദിച്ചു. അതുപോലെ തന്നെ എനിക്ക് കഴിഞ്ഞ മാസം ഞാൻ ആവശ്യപ്പെടാതെ തന്നെ അവിടുത്തെ അച്ഛൻ എന്നോട് പറഞ്ഞു, ഒരാഴ്ച നീ കൊണ്ടുപോക്കോ ഈശോയിനെ എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം കൂടെ കിട്ടി. 7 ദിവസം ഞങ്ങളുടെ വീട്ടിൽ ഈശോ ഉണ്ടായിരുന്നു, അതുപോലെ അന്തോനീസ് പുണ്യാളനും ഉണ്ടായിരുന്നു. ഇതെല്ലാം പരിശുദ്ധ അമ്മയോട് അത് നമ്മളായത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ നിലവിളിച്ച് പ്രാർത്ഥിക്കുകയല്ല, ഞാനിങ്ങനെ അമ്മയുടെ കൂട്ടുകാരിയായിട്ട് ഞാൻ പറയുള്ളൂ, അമ്മേ നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തന്നാൽ മതി, അമ്മയുടെ ഈശോയുടെ ഹിതം എന്താണോ അത് നിറവേറ്റിയാൽ മതി, അല്ലാതെ എൻ്റെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ ഈശോയെ അമ്മയെ അതെനിക്ക് സാധിച്ചു തരുന്നുണ്ട്. പിന്നെ ഞാനിങ്ങനെ എൻ്റെ കൂട്ടുകാരിക്ക് ബ്രസ്റ്റിനൊരു പ്രശ്നം വന്നപ്പം അവളുടെ പേര് ബിൻസി എന്നാണ്. അവൾക്കും ഇതേപോലെ അമ്മയുടെ വിശുദ്ധ തൈലം തൂത്ത് കൊടുത്ത് അവൾക്കും അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. അതിന് അമ്മയ്ക്ക് ഈശോയ്ക്കും നന്ദി പറയുന്നു.
ഈ എല്ലാ അനുഗ്രഹങ്ങളും, ഈ ചെറുതും വലുതുമായ ഈ വലിയ വലിയ അനുഗ്രഹങ്ങൾ അമ്മ മാതാവ് ഈശോയും ഞങ്ങൾക്ക് നേടിത്തന്നതിന് കൊടാനുകൊടി നന്ദി പറയുകയാണ്. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇവിടെ നിന്ന് ആരെങ്കിലും ഇറ്റലിക്ക് വരുമ്പോൾ ഇറ്റാലിയൻ പത്രം ഞാൻ അവിടെ മേടിച്ച് അവരെ കൊണ്ട് വരുത്തിച്ച് ഞാൻ അവിടെ കൊടുക്കാറുണ്ട്. അതുപോലെ മലയാളം പത്രവും കൊടുക്കാറുണ്ട്. അതുകൂടാതെ എൻ്റെ ഈ പത്രം തീരുമ്പോൾ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ ഒന്നുമില്ല. അപ്പം ഞാൻ എന്നാ ചെയ്യണമെന്ന് ചോദിച്ചാൽ മൊബൈലിൽ പരിശുദ്ധമ്മയുടെ ഫോട്ടോ ഉണ്ട്, അത് സ്റ്റുഡിയോയിൽ കൊണ്ട് കൊടുത്ത് ഞാൻ അതിൻ്റെ ഫോട്ടോ വലിയ ഫോട്ടോ ആയിട്ട് എടുത്ത് ഇറ്റാലിയൻ വിശ്വാസ പ്രമാണം, അതായത് ഇറ്റാലിയൻ ലാംഗ്വേജിൽ വിശ്വാസ പ്രമാണം അച്ചടിപ്പിച്ച് ഞാൻ അവിടെ എല്ലാവർക്കും കൊടുക്കും. ആ കൂട്ടത്തിൽ മലയാളീസിന് കൊടുക്കും. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്ന അങ്ങനെ ഈ നമ്മുടെ അച്ഛൻ്റെ നമ്മുടെ ഉടമ്പടി പുസ്തകമുണ്ടല്ലോ, അതിനകത്തെ തിരുവചനങ്ങൾ വാക്യങ്ങളെല്ലാം എഴുതി എല്ലാവർക്കും എല്ലാ ദിവസവും രാവിലെ ആർക്കും ഞാൻ ഗുഡ് മോർണിംഗ് ഇടാറില്ല, എല്ലാവർക്കും വചനമാണ് ഞാൻ അയച്ചു കൊടുക്കുന്നത്. പിന്നെ അച്ഛൻ്റെ ചൊവ്വാഴ്ചത്തെ ധ്യാനം, ഡെയിലി ബ്രെഡ്, പിന്നെ സാക്ഷ്യങ്ങൾ ഇത് കേൾക്കുകയും എല്ലാവർക്കും അയച്ചു കൊടുക്കുകയും ചെയ്യാറുണ്ട്. എല്ലാ ദിവസവും അരമണിക്കൂർ കൂടുതൽ എനിക്ക് എൻ്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒത്തിരി ടൈമുണ്ട് പ്രാർത്ഥിക്കാനായിട്ട്. അതൊരു വലിയ അത്ഭുതമാണ് മാതാവ് എനിക്ക് തന്നത്. സാലറി കുറവാണെങ്കിലും പക്ഷേ എനിക്ക് പ്രാർത്ഥിക്കാനുള്ള ടൈം മാതാവ് തന്നു. അങ്ങനെ അരമണിക്കൂർ കൂടുതൽ വചനം വായിക്കാറുണ്ട്. എല്ലാ ദിവസവും തന്നെ എനിക്ക് ദേവാലയത്തിൽ പോയി വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാം. കാരണം ഞാൻ നോക്കുന്ന അമ്മച്ചിനെ കൊണ്ട് വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാൻ എനിക്ക് പോകണം. അതിനും മാതാവ് എനിക്ക് ഭാഗ്യം തന്നു. ഇതിനെല്ലാത്തിനും അമ്മയ്ക്കും ഈശോയ്ക്കും കൊടാനുകൂടി നന്ദി പറയുന്നു. പിന്നെ മറ്റുള്ളവരെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ഫേസ്ബുക്കിലും അവിടെ ഇവിടെയൊക്കെ കാണുന്ന ഈ സഹായം ചോദിക്കുന്നവർക്ക് ഞാൻ ഹസ്ബൻഡിനോട് വിളിച്ചു പറഞ്ഞു, പുള്ളിയാണ് പൈസ ഇട്ട് അയച്ചു കൊടുക്കാറ്. അങ്ങനെ സഹായിക്കാറുണ്ട്. പിന്നെ ഇറ്റലിയിലാണെങ്കിലും ലാംഗ്വേജ് അറിയാൻ മേലാത്ത ഒത്തിരി പേരിപ്പോൾ വന്നിട്ടുണ്ട്. അവർക്ക് ആശുപത്രി കേസായിട്ടാണേലും അല്ലെങ്കിൽ ഒരു അപ്പോയിൻമെൻറ്റ് ജോലിയുടെ ആവശ്യത്തിനാണേലും ഞാൻ എല്ലാവരെയും സഹായിക്കാറുണ്ട്. കാരണം ഞാൻ 21 വർഷത്തോളമായി അവിടെ. അങ്ങനെ ഞാൻ മറ്റുള്ളവർക്ക്, കാരണം അവിടെ ആർക്കും ഭക്ഷണം കൊടുക്കാനൊന്നും ആരും മേടിക്കുകയില്ല, അങ്ങനെ അതുകൊണ്ട് അത് ചെയ്യാൻ പറ്റിയല്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. എല്ലാത്തിനും എനിക്കിതൊക്കെ ചെയ്യാനുള്ള ആയുസ്സും ആരോഗ്യവും കൃപയും പരിശുദ്ധ അമ്മ ഈശോയും പരിശുദ്ധാത്മാവുമാണ് തന്നത്.